എഴുന്നേറ്റ് നിൽക്കാം. ദൈവം ഇന്ന് ഒത്തിരി കൃപകൾ നമ്മിലേക്ക് ചൊരിയട്ടെ എന്ന് ഈ സമയം നമ്മൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഈ സമയം വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ദീപഭദ്രൻ നേരത്തെ പറഞ്ഞല്ലോ, എന്താണ് പറഞ്ഞത്? എയ്ഡ്സ് രോഗികളുടെ ഒരു 150 എയ്ഡ്സ് രോഗികളാണ് കേരളത്തിൽ മുഴുവനും വന്നിരിക്കുകയാണ്. അവരുടെ ജീവിതങ്ങളിൽ യേശുവിന് പ്രവർത്തിക്കാൻ പറ്റുമോ? പ്രവർത്തിക്കാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ. അവർ പൊട്ടിക്കരഞ്ഞിരുന്ന കർത്താവിന്റെ സുവിശേഷം കേട്ടു വന്നതുപോലെ എല്ലാവരും തിരിച്ചു പോയത് അവർ പ്രത്യാശയോടെ യേശുവിനെ സ്നേഹിച്ച് യേശുവിനെ രക്ഷകനായി ഏറ്റുപറഞ്ഞിട്ടാണ് അവിടെയുള്ള ഹൈന്ദവരും മുസ്ലിംസും എല്ലാ രോഗികളും തിരിച്ചു പോയത്. പ്രിയപ്പെട്ടവരെ, വിശ്വസിക്കുകയാണെങ്കിൽ കർത്താവിനെ നമ്മിൽ പ്രവർത്തിക്കാൻ സാധിക്കും. അനേകം സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു മാസമായി ഏകദേശം 15ഓളം ദേവാലയങ്ങളിൽ ഞങ്ങൾ സുവിശേഷത്തിന് വേണ്ടി പോയി. ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, സുവിശേഷം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സുവിശേഷത്തിൻ്റെ ശക്തി വെളിപ്പെടുമ്പോൾ പൊട്ടിക്കരയുകയും അനുദപിക്കുകയും പ്രത്യാശയോടെ ഞങ്ങളുടെ ജീവിതങ്ങളെ യേശുക്രിസ്തുവിന് സമർപ്പിക്കുകയും ചെയ്യുന്ന വ്യക്തികളിൽ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കരങ്ങൾ ഉയർത്തി പറഞ്ഞാൽ ഹല്ലേലൂയ, അഭിഷേകത്തോടെ ഹല്ലേലൂയ. ഇന്ന് നമ്മൾ യേശുവിൻ്റെ പീഡാസഹനങ്ങളെയാണ് ധ്യാനിക്കുന്നത്. ആ ധ്യാനിക്കുമ്പോൾ സന്ദർഭത്തിൽ തന്നെ യേശു നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വരും. അവിടെയുള്ള കെട്ടുകളെ കർത്താവ് പൊട്ടിക്കാൻ പോവുകയാണ്. നമുക്കൊരു വചനം ഏറ്റുപറഞ്ഞ് നമുക്ക് ഒരുമിച്ച് ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. യോഹന്നാൻ 19:34 നമുക്ക് വലതുകരം ഉയർത്തിപ്പിടിച്ച് ഏറ്റുപറയാം. ആ വചനം ഇപ്രകാരമാണ്. നമുക്ക് ഇപ്രകാരം ഏറ്റുപറയാം. എന്നാൽ പടയാളികളിൽ ഒരുവൻ അവന്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തി ഉടനെ അതിൽ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു. യേശുവേ, അങ്ങയുടെ കുത്തിത്തുളയ്ക്കപ്പെട്ട തിരുഹൃദയത്തിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന തിരുരക്തത്താലും തിരുജലത്താലും എന്നെയും എന്റെ കുടുംബത്തെയും എന്റെ തലമുറയെയും കഴുകണമേ. യേശുവേ, അങ്ങയുടെ പരിശുദ്ധ രക്തത്താൽ എന്നെ കഴുകണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ, എന്നെ സൗഖ്യമാക്കണമേ, എന്നെ അഭിഷേകം ചെയ്യണമേ. എന്റെ ജീവിതത്തിന്റെ എല്ലാ പ്രതിസന്ധികളിലേക്കും ഇപ്പോൾ യേശുവിന്റെ പരിശുദ്ധ രക്തം ഒഴുകട്ടെ. യേശുവേ, എന്റെ എല്ലാ തകർച്ചകളിലേക്കും വേദനകളിലേക്കും അങ്ങയുടെ രക്തം ഇപ്പോൾ ഒഴുകട്ടെ. എല്ലാ പൈശാചിക പീഡകളിൽ നിന്ന്, രോഗപീഡകളിൽ നിന്ന്, ബന്ധനങ്ങളിൽ നിന്ന് എന്നെ വിടുതൽ നൽകി ശക്തിപ്പെടുത്തണമേ, സൗഖ്യമാക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരിക്കൽ കൂടി, യേശുവിന്റെ രക്തമേ ഈ ദേശത്തിലേക്ക് ഒഴുകട്ടെ. ഈ ദേശത്തിന്റെ എല്ലാ അതിർത്തികളിലേക്കും യേശുവിന്റെ രക്തം ഒഴുകട്ടെ. 2000-ഓളം വരുന്ന എല്ലാ കുടുംബങ്ങളിലേക്കും യേശുവിന്റെ രക്തം ഒഴുകട്ടെ. എല്ലാ യുവജനങ്ങളുമേലും യുവതി യുവാക്കളുമേലും കുഞ്ഞുമക്കളുമേലും ദമ്പതികളുമേലും രോഗികളുമേലും പാപികളുമേലും യേശുവിന്റെ രക്തം ഒഴുകട്ടെ. ഈ ദേശത്തെ വിശുദ്ധീകരിക്കണമേ. സുവിശേഷത്തിന്റെ ശക്തി വെളിപ്പെടുവാൻ തടസ്സമായിട്ടുള്ള എല്ലാ പാപശക്തികളും, എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളും, എല്ലാ പൈശാചിക പീഡകളും യേശുവിന്റെ രക്തത്തിന്റെ അനന്തശക്തിയാൽ മാറിപ്പോകട്ടെ. സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടട്ടെ. ജനത്തിനമേ അങ്ങ് ഇറങ്ങി വരണമേ.
വരണമേ. അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും സംഭവിക്കട്ടെ. ഇന്ന് അങ്ങ് ചെയ്യാൻ പോകുന്ന അത്ഭുതങ്ങൾക്കായി നന്ദി പറയുന്നു. യേശുവേ, ഞങ്ങളെ കാണണമേ, ഞങ്ങളെ സ്പർശിക്കണമേ, ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ അമ്മേ, സകല വിശുദ്ധാത്മാക്കളെ ഞങ്ങളുടെ മധ്യേ ഇറങ്ങി വരണമേ. വിശുദ്ധ സ്നാപകയോഹന്നാനെ, റഫായേൽ മാലാഖയെ, കൊച്ചുത്രേസ്യായെ, അന്തോണീസേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞങ്ങൾക്ക് ചുറ്റും കോടാനുകോടി മാലാഖമാർ ഇപ്പോൾ ഇറങ്ങി വരട്ടെ. ഈ ദേശത്തിന് മേലുള്ള ബന്ധനങ്ങൾ അഴിയട്ടെ. ഈ ശുശ്രൂഷയ്ക്ക് എതിരെ പ്രവർത്തിക്കുന്ന തിന്മയുടെ ശക്തികൾ യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ സഭയുടെ ലൈംഗിക അധികാരത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ വിശുദ്ധ കുർബാനയുടെ അനന്തശക്തിയാൽ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പോൾ ബന്ധിക്കപ്പെടട്ടെ. ഞങ്ങളുടെ വികാരിച്ചിനോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മീയ പിതാക്കന്മാരോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പ്രിയപ്പെട്ട തിയോഫിലച്ചിനോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ, അനുഗ്രഹിക്കണമേ, ഏറ്റെടുക്കണമേ. ഹല്ലേലൂയ. അതിരം തുറന്ന് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രണ്ട് കരം ഉയർത്തിപ്പിടിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ സമയം അനേകം മക്കളിലേക്ക് ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരുന്നത് കാണുന്നു. നിങ്ങളുടെ ജീവിതങ്ങൾ എന്തുമാകട്ടെ, പ്രതിസന്ധികളെല്ലാം ഇപ്പോൾ കർത്താവ് ഏറ്റെടുക്കുന്ന സമയമാണ്. പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിക്കുക. നിലവിളിയോടെ ദാനിയേൽ 13:44 സൂസന്നയുടെ നിലവിളി കർത്താവ് കേട്ടു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആയിരിക്കുന്ന മണ്ഡലങ്ങളിൽ നിന്ന് സ്വർഗത്തിലേക്ക് നമ്മൾ ഉയർത്തപ്പെടുന്നത് നമ്മൾ യേശുനാമത്തിൽ നിലവിളിക്കുമ്പോഴാണ്. ആരുമാരെയും നോക്കണ്ട. നമ്മൾ ഒരുമിച്ച് നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന് നമ്മെ സ്പർശിക്കാതിരിക്കാൻ സാധ്യമല്ല. സ്വർഗത്തിന്റെ കൃപയുടെ സിംഹാസനത്തെ നമ്മൾ പിടിച്ചു കുലുക്കാൻ പോവുകയാണ്. വിശ്വാസത്തോടെ നിലവിളിക്കുന്ന ജീവിതങ്ങളിൽ ഇപ്പോൾ യേശു വരാൻ പോവുകയാണ്. രണ്ട് കരമേറ്റി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 അത്ഭുതങ്ങൾ ചെയ്യണമേ. ഈ കൂട്ടായ്മയ്ക്ക് അങ്ങ് ഇറങ്ങി വരണമേ. അടയാളങ്ങൾ സംഭവിക്കട്ടെ. ഈ ജനത്തിന് മേലുള്ള കെട്ടുകൾ അടിയട്ടെ. ദേശത്തിന് മേലുള്ള കെട്ടുകൾ അടിയട്ടെ. ലൂക്ക 9:1, ലൂക്ക 10:19, 2:14 വചനത്തിന്റെ ശക്തിയാൽ സകല പൈശാചിക പീഡകളും യേശുനാമത്തിൽ ബന്ധിക്കപ്പെടട്ടെ. ദൈവശക്തി വ്യാപരിക്കട്ടെ. തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറിൽ നിന്ന് അനേക മക്കളെ പരിശുദ്ധാത്മാവേ ഇപ്പോൾ കൂട്ടിക്കൊണ്ടുവരണമേ. സ്പർശിക്കണമേ. ശക്തി വ്യാപരിക്കട്ടെ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. രോഗികൾ സ്പർശിക്കപ്പെടട്ടെ. ഹൃദയം നുറങ്ങിയവർക്കങ്ങ് സമീപസ്ഥനാണല്ലോ. ഹൃദയം നുറങ്ങിയവർക്കങ്ങ് സമീപസ്ഥനാണ്. ഏറ്റെടുക്കണമേ, 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 ഏറ്റെടുക്കണമേ. നീ സമയം പ്രാർത്ഥിക്കുന്നു. ഈ കൂട്ടായ്മയിൽ ശ്രദ്ധിക്കുക. മോണപ്പഴുപ്പ്, മോണവേദനയുള്ളവർ ആരാണുള്ളത്? കരമുയർത്തുക. കർത്താവ് സൗഖ്യം നൽകുന്നു. സാക്ഷ്യപ്പെടുത്തണം. സൗഖ്യമാണ്. പുറം വേദന, നല്ല പുറം വേദനയാണ്. അതിൽ പ്രത്യേകിച്ച് അവരോട് സന്ദേശം കൂടി കർത്താവ് നൽകുന്നുണ്ട്. നല്ല പോലെ വെള്ളം കുടിക്കണം. അതിൽ കിഡ്നിയിൽ സ്റ്റോൺ വരാതെ ശ്രദ്ധിക്കണം. പുറം വേദനയുള്ളവർക്ക് കർത്താവ് ഇപ്പോൾ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ജീവിത പങ്കാളിയുടെ തെറ്റായ ജീവിത രീതി മൂലം വേദനിക്കുന്ന ഒരു വ്യക്തി ഇവിടെ വന്നിട്ടുണ്ട്. ആ ജീവിത പങ്കാളിയുടെ ജീവിതത്തിൽ കർത്താവ് ഇപ്പോൾ പ്രവർത്തിക്കുന്നു. കരങ്ങൾ ഉയർത്തി പറഞ്ഞു ഹല്ലേലൂയ. പ്രത്യേകമായി കർത്താവ് കാലിന്റെ അടിയിൽ നല്ല ചുട്ട് പൊള്ളുന്നൊരവസ്ഥയുള്ള ഒരു വ്യക്തി ഇവിടെയുണ്ട്. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? കാലിന്റെ അടിയിൽ നല്ല ചുട്ട് പൊള്ളുന്ന വേദന പ്രത്യേക ഒരു അവസ്ഥയാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് കർത്താവ് സൗഖ്യം നൽകി ഈ സമയം അനുഗ്രഹിക്കുന്നുണ്ട്. ഒരിക്കൽ കൂടി രണ്ട് കരങ്ങൾ ഉയർത്തി പിടിച്ചേൻ. ഒത്തിരി മക്കൾ ഭാരത്തോടെയാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഒരു ഭാരവും വേണ്ട. കർത്താവിന്റെ കാര്യങ്ങൾ കൊടുക്കുക. ഇപ്പോൾ കർത്താവ് നമ്മുടെ ഭാരങ്ങൾ ഏറ്റെടുക്കുന്ന സമയമാണ്.
നിങ്ങളുടെ കുടുംബത്തിന്റെ എല്ലാ വേദനകളും കർത്താവിന്റെ കാര്യങ്ങൾ കൊടുക്കുക. യേശു ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. ശക്തമായ ദൈവസാന്നിധ്യം ഇവിടെയുണ്ട്. ഒരു 3 പ്രാവശ്യം യേശു നാമം ഒന്ന് ചങ്ക് പൊട്ടി വിളിച്ചേ, യേശുവേ. 2 കരം ഉയർത്തി യേശുവേ. ശക്തമായ തലവേദനയുള്ള ഒരു വ്യക്തിയെ കർത്താവ് ഇപ്പോൾ സ്പർശിക്കുന്നു. ഒരിക്കലും കൂടി കരമേറ്റെന്ന് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഏറ്റെടുക്കണമേ, ഏറ്റെടുക്കണമേ. പരിശുദ്ധാത്മാവ് നിറയട്ടെ. യുവജനങ്ങളുടെ മേൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. കർത്താവിന്റെ കൃപ നിറയട്ടെ. അനു എന്ന പേര് വെളിപ്പെടുത്തുന്നു, വർഗീസ് എന്ന പേര് വെളിപ്പെടുത്തുന്നു, ത്രേസി എന്ന പേര് വെളിപ്പെടുത്തുന്നു. യേശുവേ, സ്പർശിക്കണമേ, സ്പർശിക്കണമേ. അഭിഷേകം ചെയ്യണമേ, അഭിഷേകം ചെയ്യണമേ. കൃപ നൽകണമേ അപ്പാ. കാലിന്റെ അലർജി രോഗപീഠകൾ സൗഖ്യം പ്രാപിക്കുന്നു. ഉദരസംബന്ധമായ രോഗികളെ സ്പർശിക്കുന്നു. കണ്ണുകൾക്ക് കാഴ്ച ശക്തി കൊടുക്കുന്നു. സ്പർശിക്കണമേ. പരിശുദ്ധാത്മാവ് നിറയട്ടെ അപ്പാ, പരിശുദ്ധാത്മാവ് നിറയട്ടെ. കൃപ നിറയട്ടെ യേശുവേ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, അടയാളങ്ങൾ സംഭവിക്കട്ടെ. സാമ്പത്തികമായി തകർന്ന ഒരു കുടുംബം ഇവിടെയുണ്ട്. ആ കുടുംബത്തിൽ കർത്താവ് ഇടപെടുന്നു. ഒരു വഴി കർത്താവ് തുറന്നു കൊടുത്ത് അവരെ അനുഗ്രഹിക്കുന്നതായി കർത്താവ് വെളിപ്പെടുത്തുന്നു. യേശുവേ നന്ദി, യേശുവേ ആരാധന. കരങ്ങൾ കൂപ്പി പിടിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാനീശോയ്ക്ക് നീരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇനി നമ്മൾ പരിശുദ്ധം നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. മറ്റൊരു നിയോഗപ്പ് വേണ്ട. ദൈവാത്മാവ് ഒരു വ്യക്തിയിൽ വന്നു കഴിഞ്ഞാൽ അവിടെ അത്ഭുതങ്ങളായിരിക്കും പ്രിയപ്പെട്ടവരെ. അവിടെ നിങ്ങളുടെ ജീവിതങ്ങളിൽ കർത്താവിന്റെ കൃപയുടെ ഒരു ഉറവ തുറക്കപ്പെടും. നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറമായി കർത്താവ് പ്രവർത്തിക്കും. എപ്പോൾ? നമ്മൾ ആത്മാവിൽ നിറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ. അതുകൊണ്ട് 2 കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. ഇപ്രകാരം ഏറ്റു പറയുന്നു: ഓ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അങ്ങയുടെ അത്ഭുത ശക്തി, അങ്ങയുടെ അത്ഭുത ശക്തി ഒരു പുതിയ പെന്തക്കോസ്തയായി, ഒരു പുതിയ പെന്തക്കോസ്തയായി എന്നിൽ നിറയണമേ, എന്നിൽ നിറയണമേ. ഈ കൂട്ടായ്മയിൽ നിറയണമേ, കൂട്ടായ്മയിൽ നിറയണമേ. ഞങ്ങളുടെ ഭവനങ്ങളിൽ നിറയണമേ, ഭവനങ്ങളിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളിലേക്ക് കടന്നു വരണമേ, കടന്നു വരണമേ. ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ, അഭിഷേകം ചെയ്യണമേ. ശക്തീകരിക്കണമേ, ശക്തീകരിക്കണമേ. ഉണർത്തണമേ, ഉണർത്തണമേ. ശക്തീകരിക്കണമേ, ഉണർത്തണമേ. പരിശുദ്ധാത്മാവേ, കരമടിച്ച് കരമടിച്ച് ശക്തിയോടെ കരമടിച്ച് ദാഹത്തോടെ ഓ പരിശുദ്ധാത്മാവേ കടന്നു വരണമേ. ഒരു പുതിയ കൃപ നൽകണമേ അപ്പാ. ദൈവ പൈതൽ ഞാൻ ഭയപ്പെടില്ല. സർവശക്തൻ കൂടെയുണ്ട്. ദൈവശക്തി ദൈവ പൈതൽ ഞാൻ ഭയപ്പെടില്ല. കൂടെയുണ്ട്. താതന്റെ വാഗ്ദാനമേ പരിശുദ്ധ റൂഹായേ, താതന്റെ വാഗ്ദാനമേ പരിശുദ്ധ റൂഹായേ. ശക്തിയെ സഹായക ഞങ്ങൾ നിറയണമേ. ഉന്നത ശക്തിയെ സഹായക ഞങ്ങൾ നിറയണമേ. സർവശക്തൻ കൂടെയുണ്ട്. ദൈവശക്തി എന്നിലുണ്ട്. ദൈവ പൈതൽ ഞാൻ ഭയപ്പെടില്ല. അത്യുന്നതൻ കൂടെയുണ്ട്. സർവശക്തൻ കൂടെയുണ്ട്. ദൈവശക്തി എന്നിലുണ്ട്. ദൈവ പൈതൽ ഞാൻ ഭയപ്പെടില്ല. അത്യുന്നതൻ കൂടെയുണ്ട്. താതന്റെ വാഗ്ദാനമേ പരിശുദ്ധ റൂഹായേ, താതന്റെ വാഗ്ദാനമേ പരിശുദ്ധ റൂഹായേ. ശക്തിയെ സഹായക ഞങ്ങൾ നിറയണമേ. ശക്തിയെ സഹായക ഞങ്ങൾ നിറയണമേ. ഓ പരിശുദ്ധാത്മാവേ, സ്നേഹമായി ആനന്ദമായി ഞങ്ങൾ ഭവനങ്ങളിലേക്ക് ഇറങ്ങി വരണമേ. ഞങ്ങളുടെ കണ്ണുനീരുകളെ ആനന്ദമാക്കി മാറ്റണമേ. പ്രതിസന്ധികളിലേക്ക് കർത്താവ് നിന്റെ ആത്മാവേ അങ്ങിപ്പോൾ ഇറങ്ങി വരണമേ. ഞങ്ങളെ സ്പർശിക്കണമേ പാ. ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ, അനുഗ്രഹിക്കണമേ ഈശോയെ. കരമടിച്ച് നല്ലപോലെ ആടിപ്പാടി കരമടിച്ച്
കരമടിച്ച് ദൈവത്തിൻ ശക്തി അഭിഷേകമായി നിറഞ്ഞിടട്ടെ. മോശയിൽ നിറഞ്ഞ ദൈവത്തിൻ ശക്തി അഭിഷേകമായി നിറഞ്ഞിടട്ടെ. സൈന്യത്തിൻ ആഴിതൻ നടുവിൽ അത്ഭുതങ്ങൾ ചെയ്തൊരു ആത്മശക്തി. സൈന്യത്തിൻ ആഴിതൻ നടുവിൽ അത്ഭുതങ്ങൾ ചെയ്തൊരു ആത്മശക്തി. താതന്റെ വാഗ്ദാനമേ, ഓ പരിശുദ്ധാത്മാവേ, താതന്റെ വാഗ്ദാനമേ, പരിശുദ്ധ റൂഹായേ, ശക്തിയെ സഹായക ഞങ്ങളിൽ നിറയണമേ. ഉന്നത ശക്തിയെ സഹായക ഞങ്ങളിൽ നിറയണമേ. ഇരുവശങ്ങളിലേക്ക് കൈകളടിച്ച് ഭവനങ്ങളെ പേര് പറഞ്ഞ് കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കുക. ഓരോ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെ ബന്ധങ്ങളെ പരിശുദ്ധാത്മാവിത പുതുക്കി പണിയുന്നു. നമ്മുടെ ജീവിതങ്ങളിലെ സകല മണ്ഡലങ്ങളെ പരിശുദ്ധാത്മാവ് നവീകരിക്കുന്ന സമയമാണ്. ആത്മീയ മണ്ഡലങ്ങളെ പരിശുദ്ധാത്മാവിന് കൊടുക്കുക. ഭൗതിക മണ്ഡലങ്ങളെ, നമ്മുടെ കുടുംബജീവിതത്തെ, നമ്മുടെ മക്കളുടെ പഠന മേഖലകളെ, സാമ്പത്തിക മണ്ഡലങ്ങളെ, ബിസിനസ് മണ്ഡലങ്ങളെ, നമ്മുടെ പ്രാർത്ഥന ജീവിതത്തെ, എല്ലാ മണ്ഡലങ്ങളും ഇത് പരിശുദ്ധാത്മാവ് പുതുക്കി പണിയുന്നു. പരിശുദ്ധാത്മാവെ തീ പോലെ ഇറങ്ങി വരണമേ. പോരാ ശക്തിയോട് കരമടിച്ച് ശക്തി അഭിഷേകമായി നിറഞ്ഞിടട്ടെ. അഭിഷേകമായി നിറഞ്ഞിടട്ടെ. അഗ്നിയായി ഇറങ്ങിയ ആത്മശക്തി. അഗ്നിയായി ഇറങ്ങിയ ആത്മശക്തി. വാഗ്ദാനമേ, പരിശുദ്ധ റൂഹായേ, വാഗ്ദാനമേ, പരിശുദ്ധാത്മാവേ, റൂഹായേ, ശക്തിയെ സഹായക ഞങ്ങളിൽ നിറയണമേ. ഉന്നത ശക്തിയെ സഹായക ഞങ്ങളിൽ നിറയണമേ. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. പരിശുദ്ധാത്മാവിന്റെ അഗ്നി വന്നു നിൽക്കുകയാണ്. സ്വീകരിക്കുക. ഫിൽ ഹോളി സ്പിരിറ്റ്, ദൈവശക്തി, പവർ ഓഫ് ഗോഡ്, പവർ ഓഫ് ഗോഡ്, പവർ ഓഫ് ഗോഡ് നിറയട്ടെ. കൃപ നിറയട്ടെ, ശക്തി നിറയട്ടെ. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, മാനസാന്തരങ്ങൾ ദേശത്തിന് മേൽ വെളിപ്പെടട്ടെ. ഗ്ലോറി 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 ഗ്ലോറി. കരമടിച്ച് ഒരിക്കൽ കൂടി കരമടിച്ച് പാടി ആരാധിക്കുകയാണ്. ഇപ്പോൾ ത്രിയേക ദൈവം ഇവിടെ വന്നിരിക്കുന്നു. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവിനെ നമ്മൾ കരമടിച്ച് ആരാധിക്കുന്നു. ദൈവ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന സമയം നിങ്ങൾ കർത്താവിന്റെ ആത്മാവിനെ സ്വീകരിക്കുക. അഭിഷേകമായി നിറഞ്ഞിടട്ടെ. അഭിഷേകമായി നിറഞ്ഞിടട്ടെ. സഹനത്തിൻ നടുവിൽ മരണത്തിൻ മുന്നിൽ സ്വർഗത്തെ ദർശിച്ച ആത്മശക്തി. സഹനത്തിൻ നടുവിൽ മരണത്തിൻ മുന്നിൽ സ്വർഗത്തെ ദർശിച്ച ആത്മശക്തി. വാഗ്ദാനമേ, പരിശുദ്ധ റൂഹായേ, താതന്റെ വാഗ്ദാനമേ, പരിശുദ്ധ റൂഹായേ, താതന്റെ വാഗ്ദാനമേ, പരിശുദ്ധാത്മാവേ, റൂഹായേ, ഇറങ്ങി വരണമേ. റൂഹായേ, കരമടിച്ച് വാഗ്ദാനമേ, പരിശുദ്ധ റൂഹായേ, താതന്റെ വാഗ്ദാനമേ, പരിശുദ്ധ റൂഹായേ, ശക്തിയെ സഹായക ഞങ്ങളിൽ നിറയണമേ. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. പരിശുദ്ധാത്മാവിന്റെ അത്ഭുത ശക്തി, പരിശുദ്ധാത്മാവിന്റെ അത്ഭുത ശക്തി സകല മക്കളെ വന്ന് നിറയട്ടെ.
സകല മക്കളിലും, ഭവനങ്ങളിൽ, കുടുംബങ്ങളിൽ, തലമുറകളിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ഉത്ഥാന ശക്തി, കല്ലറകൾ തുറക്കപ്പെടട്ടെ. തടഞ്ഞിരിക്കുന്ന എല്ലാ കെട്ടുകൾ, ബന്ധനങ്ങൾ യേശുനാമത്തിൽ അടിയട്ടെ. ഭവനങ്ങളിലുള്ള തിന്മയുടെ സ്വാധീനങ്ങൾ മാറിപ്പോകട്ടെ. കുടുംബ വഴക്കുകൾ, ആരോഗ്യ കെട്ടുകൾ, ശാപബന്ധനങ്ങൾ, രോഗപീഠകൾ യേശുനാമത്തിൽ ശാസിക്കുന്നു. ശക്തി ഇറങ്ങി വരട്ടെ. എല്ലാ കുലുക്കുകൾ വഴിയട്ടെ. വിവാഹ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ. മക്കളില്ലാത്ത ദമ്പതികൾ പ്രാർത്ഥിക്കുക. ഇടപെടുന്നു. ഏറ്റെടുക്കണമേ, അഭിഷേകം ചൊരിയപ്പെടട്ടെ, കൃപകൾ ചൊരിയപ്പെടട്ടെ. യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ ഏറ്റെടുക്കണമേ. രണ്ട് കരങ്ങളും ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുക. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമ്മെ പൊതിഞ്ഞു നിൽക്കുകയാണ്. മുന്നോട്ട് പോകുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ ശക്തീകരിക്കുകയാണ്. മോശയുടെ കർത്താവ് പറഞ്ഞു, നീ മുന്നോട്ട് പോകുക, പിന്നോട്ട് നോക്കരുത്, നിരാശപ്പെട്ടു പോകരുത്, ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കരുത്, ദുഃഖത്തോടെ ഇരിക്കരുത്. കർത്താവ് പറയുന്നു, മുന്നോട്ട് പോകുക, നിനക്ക് വേണ്ടി ഞാൻ വലിയൊരു പ്രതിഫലമാണ് ഒരുക്കി വെച്ചിട്ടുള്ളത്. നിനക്ക് വേണ്ടി ഞാൻ എൻ്റെ വാഗ്ദാനങ്ങൾ മുഴുവൻ പകർന്നു നൽകാൻ പോവുകയാണ്. കർത്താവ് നമ്മളോട് സംസാരിക്കട്ടെ. പരിശുദ്ധാത്മാവേ, അങ്ങേക്ക് അറിയാമല്ലോ എൻ്റെ തേങ്ങലുകൾ, അങ്ങ് ഏറ്റെടുക്കണമേ. ഇന്ന് രാത്രിയിൽ യേശുവിന്റെ പീഡാസഹനങ്ങൾ ധ്യാനിക്കുമ്പോൾ എൻ്റെ മായാത്ത മുറിവുകളെ പരിശുദ്ധാത്മാവെ സൗഖ്യമാക്കണമേ. ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധമ്മേ, യേശുവിന്റെ ക്രൂശിന്റെ താഴെ നിന്ന ഞങ്ങൾ പൊന്നമ്മേ, ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. ആമേൻ. കരങ്ങൾ ഉയർത്തി സന്തോഷത്തോടെ പറയാം, ഹല്ലേലൂയ. ഒരേ ശബ്ദം ഉയർത്തി, ഹല്ലേലൂയ. യേശുവിനോട് പ്രതികരിക്കുന്നവരിലാണ് കർത്താവ് പ്രവർത്തിക്കുന്നത്. നമുക്കിരിക്കാം, ശാന്തമായിരിക്കാം. ഇതിൽ പ്രത്യേകിച്ച് കർത്താവ് നമുക്ക് നൽകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ്. മറ്റൊരു സന്ദേശം അതിനു മുമ്പ്, അതൊരു സന്ദേശ പ്രകാരമാണ്. എല്ലാ ദിവസവും ഏതെങ്കിലും മേഖലയിൽ ഉപവസിക്കുന്ന ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടോ? ഫുൾ ടൈം ഭക്ഷണം കഴിക്കാതെയല്ല, ഏതെങ്കിലും വിധത്തിൽ ഒരു നേരം ആയിരിക്കാം, അങ്ങനെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? എന്താ പേര്? സെലിന്റെ ചേച്ചി, ഹെലൻ. രണ്ട് പേരുണ്ട്. നിങ്ങളെ പ്രത്യേകം നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് അല്ലേ? കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുന്നു. അങ്ങനെ ഒരു സന്ദേശം കർത്താവ് നൽകി. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. മറ്റൊരു സന്ദേശം ആ വ്യക്തി ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പ്രത്യേകിച്ച് മത്സ്യവുമായി ബന്ധപ്പെട്ട ഒരു കുടുംബം കൂടിയുണ്ട്. ആ കുടുംബത്തെ കർത്താവ് അനുഗ്രഹിക്കുന്നു എന്ന സന്ദേശം കർത്താവ് നൽകുന്നു. കാര്യങ്ങൾ വ്യക്തി പറഞ്ഞു, ഹല്ലേലൂയ. പ്രത്യേകിച്ച് പ്രിയപ്പെട്ടവർ, ഇന്നേ ദിവസം പരിശുദ്ധാത്മ നമ്മെ വലിയ ഒരു രഹസ്യത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. നമുക്ക് അല്പസമയമുള്ളത്, നമുക്ക് തീക്ഷ്ണതയോടെ ആയിരിക്കാം. പക്ഷെ ലൂക്ക എഴുതിയ സുവിശേഷം 22-ാം അധ്യായം, അവിടെ നമ്മളെല്ലാവരും പീഡാസഹന വാരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മളെല്ലാവരും കുരിശിൻ്റെ വഴിയൊക്കെ ചെല്ലുന്നുണ്ടോ? ധ്യാനിക്കാറുണ്ടോ? ഉണ്ടോ? ശരിക്കും? ഓക്കെ. അപ്പം അതിൻ്റെ യാഥാർത്ഥ്യം നമ്മളെ കർത്താവ് ഇന്ന് പഠിപ്പിക്കുകയാണ്. എന്താണ് എൻ്റെ രഹസ്യങ്ങൾ? പ്രത്യേകിച്ച് ലൂക്ക എഴുതിയ സുവിശേഷം 22-ാം അധ്യായം, അവിടെ കർത്താവ് യേശു ക്രിസ്തു തൻ്റെ ക്രൂശ് മരണത്തിലേക്ക് പോകാൻ പോവുകയാണ്. നമുക്ക് വേണ്ടി കാൽവരി മലയിൽ യേശു പീഡകൾ സഹിക്കാൻ പോവുകയാണ്. സമയത്ത് ലൂക്ക 22-ാം അധ്യായം 35 മുതലുള്ള വാക്യങ്ങളാണ് നമ്മൾ ആദ്യം ധ്യാനിക്കുന്നത്. എന്താണ് അവിടെ ധ്യാനിക്കുന്നത്? പ്രകാരമാണ്. അവിടെ കർത്താവ് പറയാണ്, അവൻ പറഞ്ഞു, എന്നാൽ ഇപ്പോൾ മടിശീലയുള്ളവൻ അതെടുക്കട്ടെ, അതുപോലെ തന്നെ ഭാണ്ഡവും വാളില്ലാത്തവൻ സ്വന്തം കുപ്പായം വിറ്റ് വാൾ വാങ്ങട്ടെ. ഹല്ലേലൂയ. അപ്പോൾ ജോർജ് ബ്രദറെ, കർത്താവ് എവിടേക്കാണ് പോകുന്നത്? കാൽവരി മലയിലേക്ക് പോവുകയാണ്. പോകുന്നതിന് മുൻപായി കർത്താവ് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരോട് പറയാണ്. എന്താണ് പറഞ്ഞത്? ആദ്യം എന്തെടുക്കണം? നിങ്ങൾ മടിശീല കരുതണം. രണ്ടാമത് എന്താണ്? നിങ്ങൾ ഭാണ്ഡം കയ്യിലെടുക്കണം. മൂന്നാമത് എന്താണ്? നിങ്ങൾ വാൾ കയ്യിലേന്തണം. പ്രിയപ്പെട്ടവർ, ഇന്ന് ഈ കൂട്ടായ്മയിൽ ഇതുവരെ വരാത്ത ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഈ ആഴ്ച പുതിയത് ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഇല്ല. ഓക്കെ. ഈ 3 കാര്യങ്ങളാണ് കർത്താവ് പറഞ്ഞത്. എന്താണ്? ഒന്ന് മടിശീല, രണ്ടാമത് ഭാണ്ഡം, മൂന്നാമത് വാൾ. നമ്മൾ ഒരു പോരാട്ടത്തിൽ പരിശുദ്ധ അമ്മ മെഡ്ജൂറിയിൽ 2007 ജൂലൈ 2-ാം തീയതി ഇറങ്ങി വന്ന് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട സന്ദേശപ്രകാരമാണ്, എൻ്റെ പുത്രൻ്റെ ശക്തിപ്രഭാവത്താൽ വിജയം വരിക്കാമായിരുന്നു,
എന്നാൽ അവൻ ശാന്തതയും വിനയവും സ്നേഹവും ആണ് തിരഞ്ഞെടുത്തത്. എൻ്റെ പുത്രനെ അനുകരിക്കുക, നിങ്ങളുടെ കരങ്ങൾ എനിക്ക് നൽകുക. നമുക്ക് ഒരുമിച്ച് ഈ പ്രതിസന്ധികൾ കയറാം, മല കയറാം, വിജയം വരിക്കാം, നിത്യജീവനിൽ എത്തിച്ചേരാം. കരങ്ങൾ ഉയർത്തി പറഞ്ഞു ഹല്ലേലൂയ. അപ്പൊ കർത്താവ് പറയാണ്, നിങ്ങൾ ഒരു മല കയറാൻ പോവുകയാണ്, നിങ്ങളും ഒരു കാൽവരി കയറാൻ പോവുകയാണ്. കാരണം എന്താണെന്നറിയോ? ഒരു വ്യക്തി കാൽവരി കയറി വിജയം വരിക്കുമ്പോഴാണ് അവന് വേണ്ടി കർത്താവ് ഉത്ഥാനം ഒരുക്കി വെച്ചിട്ടുള്ളത്. കരങ്ങൾ ഉയർത്തി പറഞ്ഞാൽ ഹല്ലേലൂയ. അപ്പൊ കാൽവരിക്ക് പോവുകയാണ് യേശു. അപ്പൊ യേശു പറഞ്ഞു, നിങ്ങൾ മടിശീല എടുക്കണം, ഭാണ്ഡം എടുക്കണം, വാളെടുക്കണം. എന്താണ് ഈ മടിശീല? മടിശീല മറ്റൊന്നുമല്ല, അത് നമ്മുടെ പ്രാർത്ഥന ജീവിതമാണ്. മടിശീല എവിടെയാണ് വയ്ക്കുക? നമ്മുടെ അരയ്ക്ക് അല്ലേ, ചുറ്റി വയ്ക്കും. ഇതുപോലെ നമ്മുടെ വ്യക്തിപരമായി കർത്താവുമായിട്ടുള്ള പ്രാർത്ഥന ജീവിതം നമ്മുടെ കൂടെ വരും. നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ, നമ്മുടെ ജീവിതമാകുന്ന പച്ചയാകുന്ന യാഥാർത്ഥ്യത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ പ്രാർത്ഥന ജീവിതം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് പ്രതിസന്ധികൾ വരുമ്പോൾ, കാലുവരി വരുമ്പോൾ നമ്മൾ തളർന്നു വീഴും. രണ്ടാമത് കർത്താവ് പറയാണ്, ഭാണ്ഡം എന്താണ്? അത് നമ്മുടെ സൽപ്രവൃത്തികളാണ്. കർത്താവ് പറയുന്നു, നിങ്ങളുടെ ഭാണ്ഡം കെട്ടെടുക്കണം. എന്താണ്? ജീവിതകാലത്തിൽ നമ്മൾ ചെയ്ത പ്രവൃത്തികൾ നമ്മുടെ കൂടെ എടുക്കണം. മൂന്നാമത് വാളാണ്. എന്താണ് ഈ വാൾ? അതാണ് എഫെസോസ് 6:17 വചനം പറയുന്നു. എന്താണ് വചനം പറയുന്നത്? നിങ്ങൾ വാൾ കൈകളിലാണ്. എന്ത് വാളാണത്? അത് വചനമാകുന്ന, ദൈവവചനമാകുന്ന ആത്മാവിന്റെ വാൾ നിങ്ങൾ എടുക്കണം. കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഇവിടെ കർത്താവ് ഉദ്ദേശിക്കുന്നത് നമ്മൾ കാണാപാഠം പഠിച്ചിട്ടുള്ള വചനമല്ല. നമ്മൾ ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ സംസാരിക്കുന്നത് വചനം എന്ന് പറയുന്നത് ജീവിതത്തിൽ നമ്മൾ അനുവർത്തിച്ച വചനമാണ്. ജീവിതത്തിൽ നമ്മൾ ദൈവസന്നിധിയിൽ കീപ്പ് ചെയ്ത, അനുസരിച്ച വചനം, നമ്മൾ വില കൊടുത്ത് ദൈവസന്നിധിയിൽ വചനം പാലിച്ചിട്ടുണ്ടെങ്കിൽ ആ വചനം നമ്മുടെ കൂടെ വന്നിരിക്കും. നമ്മുടെ പ്രതിസന്ധികളിൽ ആ വചനം നമുക്ക് വേണ്ടി പോരാടും. പ്രിയപ്പെട്ടവർ, എനിക്ക് ഒത്തിരി കാര്യങ്ങൾ അതിനോട് പറയാനുണ്ട്, പക്ഷെ അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഈ 3 കാര്യങ്ങളാണ് പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നത്. എന്താണ്? 1 പ്രാർത്ഥന, 2 നമ്മുടെ സൽപ്രവൃത്തികൾ, 3 ദൈവവചനം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം. ആ വചനം നമ്മെ ആഴങ്ങളിലേക്ക് നയിക്കും. ഞാൻ ഓർക്കുന്ന സംഭവമുണ്ട്. ഞങ്ങൾ ഇവിടെ നോർത്ത് ഇന്ത്യയിലേക്ക് മിഷൻ വേണ്ടി പോവുകയാണ് കഴിഞ്ഞ 2 മാസം മുൻപ്. അതിലൊരു വ്യക്തി ഞങ്ങളുടെ അടുത്തേക്ക് പരിചയപ്പെടാൻ വരികയാണ്. ആ വ്യക്തി സ്ഥലം ഉത്തരാഞ്ചലാണ്. ആ വ്യക്തി പ്രകാരമാണ് പറഞ്ഞത്, ഞാനൊരു കടുത്ത മദ്യപാനിയും പാപിയുമായ വ്യക്തിയാണ്. ഈ മേച്ചർ പണി ചെയ്യുന്ന വ്യക്തിയാണ് ആ നാശത്തിൽ. സമയത്താണ് ആ വ്യക്തി പ്രത്യേകമായി ഗ്രാമത്തിലെത്തിച്ചിരുന്നു. അവിടെ താമസിക്കാൻ ഈ വീട്ടിൽ കയറുന്നു. കഠിനപാപിയായ വ്യക്തി ആ വീട്ടിൽ എഴുതി വെച്ചിരിക്കുന്നൊരു വചനം, ആരോ എഴുതി വെച്ച് പോയി. ആ വചനം ഇതാണ്: അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കുന്നു. അത് 1 യോഹന്നാൻ 1:7 വചനമാണ്. പ്രിയപ്പെട്ടവർ, ഈ വചനം ആൾ എല്ലാ ദിവസവും എഴുന്നേറ്റ് ആ റൂമിൽ കിടക്കണേ, എഴുന്നേൽക്കുമ്പോൾ ആ വചനം വായിച്ചിട്ട് പോകും. പ്രിയപ്പെട്ടവരെ, ഈ വ്യക്തി പറഞ്ഞൊരു അനുഭവമാണ്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ വ്യക്തി പറയാണ്, ഈ വചനം എന്നോട് വല്ലാതെ സംസാരിക്കുന്നു. ഈ വചനം എന്നോട് ഹൃദയത്തിലേക്ക് ഇറങ്ങി വരുന്ന ഫീലിംഗ് വരുന്നു. പിന്നീട് ഈ വ്യക്തി പറഞ്ഞൊരു അനുഭവം ഇതാണ്: ആൾക്ക് മദ്യപിക്കാൻ പറ്റുന്നില്ല, പാപപ്രവൃത്തികൾ ചെയ്യാൻ പറ്റുന്നില്ല. പിന്നീട് യേശുമായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു വ്യക്തി ഈ വചനം എവിടെയാണെന്ന് അന്വേഷിച്ചു. അവിടെ വെച്ച് അയാൾ കണ്ടെത്തി, കർത്താവിൻ്റെ വചനമാണത്, ബൈബിളിലൊരു വചനമാണത്. ആ വ്യക്തി യേശു ക്രിസ്തുവിനെ അറിയാനായി ആഗ്രഹിച്ചു. ഇന്ന് ആ വ്യക്തി ആ ദേശത്ത് ഒരു സുവിശേഷ പ്രഘോഷകനാണ്. ഹല്ലേലൂയ. വചനം നമ്മുടെ കൂടെ വരും. നമ്മൾ ഏത് വചനമാണ് വരുന്നത്? വീണ്ടും ഞാൻ പറയുന്നു, പരിശുദ്ധാത്മാവ് കാണാപാഠം പഠിച്ച വചനമല്ല. നിന്റെ അയൽക്കാരൻ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക, അതൊരു വചനമാണ്. ആ വചനം നിന്റെ കൂടെ വരും. നിന്റെ ശത്രുവിനെ ക്ഷമിക്കുക, ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ആ വചനം നമ്മെ കൂടെ വരും. അനേകം വചനങ്ങൾ നമുക്കറിയാം, എന്നാൽ അനുസരിക്കുന്ന വചനം നമ്മുടെ കൂടെ വരും. രണ്ടാമത് കർത്താവ് ഇന്ന് നമ്മെ പഠിപ്പിക്കുന്ന എന്താണ്? ലൂക്ക 22-ാം അധ്യായം, അവിടെ 40 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ. അവിടെ കർത്താവ് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എവിടേക്കാണ് കർത്താവ് പ്രാർത്ഥിക്കാൻ പോകുന്നത്? ഗെത്സമൻ തോട്ടത്തിലേക്കാണ്. എവിടേക്കാണ്? ഗെത്സമൻ തോട്ടത്തിലേക്കാണ് പ്രാർത്ഥിക്കാൻ പോകുന്നത്. പ്രിയപ്പെട്ടവരെ, ഗെത്സമൻ തോട്ടം അത് പ്രാർത്ഥനയുടെ ഒരു മലയാണ്.
കർത്താവ് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരോട് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 22-40 വാക്യം, നിങ്ങൾ പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കുവാൻ പ്രാർത്ഥിക്കുവിൻ. എന്താണ് പറഞ്ഞത്? നിങ്ങൾ പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കുവാൻ പ്രാർത്ഥിക്കുവിൻ. പ്രിയപ്പെട്ടവർ, എന്തുകൊണ്ടാണ് കർത്താവ് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരോട് പറഞ്ഞത് നിങ്ങൾ പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കുവാൻ പ്രാർത്ഥിക്കുവിൻ എന്ന് പറഞ്ഞത്? പരീക്ഷ ഉറപ്പാണ്. പരീക്ഷ ഉറപ്പാണ് പ്രിയപ്പെട്ടവരെ. ഒരു വ്യക്തി ജീവിതത്തിന് ഒരു പരീക്ഷ ഉറപ്പായിരിക്കെ നമ്മൾ ആ പരീക്ഷയെ അതിജീവിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഗെത്സമൻ തോട്ടത്തിൽ കർത്താവ് എങ്ങനെയാണ് പ്രാർത്ഥിച്ചത്? കർത്താവ് മുട്ടുമേൽ വീണ് വരാൻ പോകുന്ന കാൽവരി മല അത് ഓവർകം ചെയ്യാനുള്ള, അവിടെ വീണു പോകാതിരിക്കാനുള്ള അഭിഷേക ശക്തിക്ക് വേണ്ടി ഇതാ കർത്താവായ യേശുക്രിസ്തു രാത്രിയുടെ യാമങ്ങളിൽ നിലവിളിയോടെ പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ്. 2 കരങ്ങൾ ഉയർത്തി ശക്തിയോടെ പറഞ്ഞ ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, ഈ വചനം നമ്മെ എന്താണ് പഠിപ്പിക്കുന്നത്? ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നത് പ്രാർത്ഥന കൂടാതെ ഒരിക്കലും നമ്മുടെ പരീക്ഷകളെ നമുക്ക് അതിജീവിക്കാൻ സാധ്യമല്ല. ഞാൻ നിങ്ങളോട് വളരെ പ്രധാനപ്പെട്ട ഒരു രഹസ്യം പറയുകയാണ്. രഹസ്യം മറ്റൊന്നുമല്ല, നമ്മുടെ ജീവിതങ്ങളിൽ ഒരു കാൽവരി മലയുടെ അനുഭവം ഉണ്ടായിരിക്കും. ചില വ്യക്തികൾക്ക് ഇപ്പോൾ തന്നെ കാൽവരി മലയുടെ അനുഭവമായിരിക്കും. പക്ഷെ പ്രിയപ്പെട്ടവരെ, ഈ മലയിൽ നിങ്ങൾ തളർന്നു വീഴാതിരിക്കണമെങ്കിൽ, നിങ്ങൾ അവിടെ പരാജയപ്പെട്ട് വീഴാതിരിക്കണമെങ്കിൽ നമ്മൾ ശക്തിയോടെ ഗെത്സമനിൽ പ്രാർത്ഥിക്കണം. കാൽവരി മലയിൽ വിജയം വരിക്കുവാൻ ആഗ്രഹിക്കുന്ന മക്കൾ ഗെത്സമൻ മലയിൽ പ്രാർത്ഥിച്ചാലേ അതിന് സാധിക്കുകയുള്ളൂ. ഇത് ഒരു അടയാളമാണ്, ഇതൊരു രഹസ്യമാണ്. ഇന്ന് അനേകം കുടുംബങ്ങൾ ഇന്ന് കാൽവരി മലയിൽ വീണുകൊണ്ടിരിക്കുകയാണ്. അനേകർ ഇന്ന് ഡൈവോഴ്സാണ്. അനേകം വ്യക്തികൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. കാരണം എന്താണ്? അടിപൊളി ലൈഫിൽ നിന്ന് പെട്ടെന്നൊരു പ്രതിസന്ധി വരികയാണ്. അവിടെ ഒരു സാമ്പത്തിക പ്രതിസന്ധി, ഒരു കുടുംബത്തിന് പ്രതിസന്ധി, ഒരു ബിസിനസ് പ്രതിസന്ധി വന്നു. അവർക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്നില്ല. എന്താണ് കാരണം? അവർ ഗെത്സമൻ അനുഭവത്തിലൂടെ കടന്നു പോയിട്ടില്ല. ഗെത്സമൻ അനുഭവത്തിലൂടെ പോകാത്ത വ്യക്തികൾക്ക് കാൽവരിയെ അതിജീവിക്കാൻ പറ്റില്ല. കാൽവരി അതിജീവിക്കുന്നവർക്കുള്ളതാണ് ഉത്ഥാനത്തിന്റെ സകല പ്രതിഫലങ്ങളും. കരങ്ങളുയർത്തി സന്തോഷത്തോടെ പറഞ്ഞ ഹല്ലേലൂയാ, അഭിഷേകത്തോടെ ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഈ അനുഭവം എൻ്റെ വ്യക്തിപരമായ ജീവിതം ഞാൻ ഒത്തിരി ഈ കാൽവരി അനുഭവത്തിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ കർത്താവിൻ്റെ ആത്മാവിൻ്റെ പ്രേരണ പ്രകാരം രാത്രിയുടെ യാമങ്ങളിൽ അനേകം രാത്രികളിൽ വരാൻ പോകുന്ന കാൽവരിയിൽ വീണു പോകാതെ പിടിച്ചു നിൽക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന ഒരു അനുഭവം ഒരു അമ്മയുടെ അനുഭവമാണ്. പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെടുന്ന മോസ്നയിലെ മെഡ്ജുഗുറിയ ആ കുന്നിമുകളിൽ അവിടെയുള്ള ദേവാലയത്തിലേക്ക് ഒരു അമ്മ കടന്നു വരികയാണ്. അമ്മ വിശുദ്ധ കുർബാനയുടെ മധ്യയാണ് കടന്നു വന്നത്. ആ പുസ്തകം എഴുതിയിട്ട മിരിയാനയുടെ അടുത്താണ് അമ്മ മുട്ടുകുത്തിയത്. അമ്മ കുർബാനയിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്രകാരം കർത്താവിന് ചോദിക്കുകയാണ്, കർത്താവ് എന്തുകൊണ്ട് എനിക്ക് ഇത് അനുവദിച്ചു? എന്താണ് പ്രശ്നം? ആ അമ്മയ്ക്ക് പ്രശ്നമുണ്ട്. എന്താണെന്നറിയോ? അമ്മയ്ക്ക് 3 കുട്ടികളുണ്ട്. 3 കുട്ടികളിൽ 3 കുട്ടികളും വൈകല്യമുള്ളവരാണ്. വേദനിക്കുന്നൊരു അനുഭവം. ആദ്യത്തെ കുട്ടി ജനിച്ചു, രണ്ടാമത്തെ കുട്ടി ജനിച്ചു, മൂന്നാമത്തെ കുട്ടി ജനിച്ചു. ഒരു മാറ്റമില്ല. ഒരാളുടെ സഹായമില്ലാതെ കുഞ്ഞുങ്ങളെ നോക്കാൻ പറ്റില്ല. അതുപോലെ വേദനിക്കുന്നൊരു അനുഭവം. ഇതാ അമ്മ കുർബാനയിൽ നിലവിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഈ സമയത്ത് ആദ്യം നിരാശയോടെയാണ് പ്രാർത്ഥിച്ചത്. എന്നാൽ ഈ മിരിയാന എന്ന പെൺകുട്ടി കാണുകയാണ്, അല്പസമയം കഴിഞ്ഞപ്പോൾ ഈ അമ്മയുടെ മുഖത്ത് പ്രത്യാശ കടന്നു വരികയാണ്. ഈ അമ്മ കർത്താവുമായി സംസാരിക്കുന്നത് ഈ മകൾ കാണുകയാണ്. കർത്താവ് എന്താണ് ഇവളോട് സംസാരിച്ചത്? കർത്താവ് പറഞ്ഞു, മകളെ, ഞാൻ നിന്നെ പ്രത്യേകമായി ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ഈ ലോകത്തിൽ നിന്നെ പോലുള്ള അമ്മമാരുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ലോകത്തിന് മേൽ ന്യായവിധി നടത്താത്തത്. ഈ ലോകത്തിന് മേൽ ഇപ്പോഴും എൻ്റെ കരുണ നിറഞ്ഞ കരങ്ങൾ ഞാൻ നീട്ടിപ്പിടിച്ചിരിക്കുന്നത് നിന്നെ പോലെയുള്ള അമ്മമാരുടെ കണ്ണുനീര് നിറഞ്ഞ സഹനങ്ങളിലും കണ്ണുനീര് നിറഞ്ഞ പ്രാർത്ഥനയും പരിത്യാഗവുമാണ് ഈ ലോകത്തെ ഞാൻ അനുഗ്രഹിക്കാൻ കാരണം. കരങ്ങളിൽ ഈ സന്തോഷത്തോടെ പറഞ്ഞ ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, ഇത് ഒരു രഹസ്യമാണ്. അനേകർ ഇന്ന് പ്രതിസന്ധികൾ മാറിപ്പോകാൻ പ്രാർത്ഥിക്കുന്നു. എന്നാൽ കർത്താവ്
ചില പ്രതിസന്ധികൾ ഒരിക്കലും നമ്മെ മാറ്റിക്കളയണമെന്നില്ല. ചില സഹനങ്ങൾ കർത്താവ് മാറ്റിക്കളയണമെന്നില്ല. എന്താണ് കാരണം? കർത്താവ് ആ സഹനത്തിലൂടെ ഈ ദേശത്തിനും നമ്മുടെ കുടുംബത്തോടും കർത്താവിന് എന്തോ ഒരു കാര്യം പറയാനുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ അമ്മ വിശുദ്ധ കുർബാനയിൽ വെച്ച് കർത്താവിന് ശബ്ദം കേൾക്കുകയാണ്. കർത്താവ് പറഞ്ഞു, മോളെ, ഞാൻ നിന്നെ പ്രത്യേകം തിരഞ്ഞെടുത്തു, നിന്റെ കുട്ടികളെയും നിന്നെ ഞാൻ അതിയായി സ്നേഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഈ മകൾ പ്രത്യാശ നിർഭരമായ പുഞ്ചിരിയോടെയാണ് പുറത്തേക്ക് കടന്നു വന്നത്. ആ മകൾ പറഞ്ഞു, ഞാൻ എൻ്റെ കുട്ടികളെ കാണും, എൻ്റെ കുട്ടികളുടെ അടുത്തേക്ക് ഓടിപ്പോകും. ഇറ്റലിക്കാരിയാണ്. ഞാൻ എൻ്റെ കുട്ടികളെ ചേർത്ത് പിടിക്ക് ചുംബിക്കും. പ്രിയപ്പെട്ടവരെ, ആ കാൽവരി കടക്കാനുള്ള ആ വലിയ അഭിഷേക ശക്തി ആ വിശുദ്ധ കുർബാനയിലൂടെ ആ മകളിലേക്ക് കർത്താവ് വർഷിച്ചിരിക്കുന്നു. കരങ്ങളെത്തി പറഞ്ഞാൽ ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ശുശ്രൂഷയിലൂടെ കർത്താവിന്റെ പീഡാസഹനങ്ങൾ ധ്യാനിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കുക, കർത്താവ് ഗെത്സമനിൽ ശക്തിയോടെ പ്രാർത്ഥിക്കുവാൻ ഞാൻ നിങ്ങളെ വിളിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് മുതൽ ഹെർമീസ് ബ്രദറെ, രാത്രിയുടെ യാമങ്ങളിരുന്ന് നിലവിളിക്കണം. എന്താണ്? നമ്മുടെ ജീവിതങ്ങളിൽ പ്രതിസന്ധികൾ വരും, നന്മകളും വരും. പ്രിയപ്പെട്ടവർ, എന്നാൽ പ്രതിസന്ധികൾ വരുമ്പോഴാണ് ഉറപ്പിക്കേണ്ടത് ഒരു വലിയ നന്മകൾ വരുന്നുണ്ട്. കാൽവരി കൂടാതെ നമുക്ക് ഒരിക്കലും ഒരു ഉയർപ്പ് തിരുനാൾ ആഘോഷിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിലും കാൽവരി അനുഭവം ഉണ്ടായിരിക്കും, നമ്മുടെ കുടുംബത്തിലും പ്രതിസന്ധികൾ ഉണ്ടായിരിക്കും. അവിടെ നിങ്ങൾ തളർന്നു പോകാതെ ജീവിക്കണമെങ്കിൽ അനുദിനം ഗെത്സമനിൽ കർത്താവ് എങ്ങനെയാണ് പ്രാർത്ഥിച്ചത്? രക്തം വിയർത്ത് നിലവിളിയോടെ പ്രാർത്ഥിച്ചതുപോലെ തീഷ്ണതയോടെ മുട്ടുമേൽ വീണ് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് തീഷ്ണതയോടെ നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു പ്രതിസന്ധികളിലും പിശാചിന് നമ്മെ തോൽപ്പിക്കാൻ സാധ്യമല്ല. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നിലവിളിയോടൊന്ന് കർത്താവിനെ വിളിച്ച് യേശുവേ. പ്രിയപ്പെട്ടവരെ, രണ്ടാമത് കർത്താവ് നമ്മെ നയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മെസ്സേജ് ഇതാണ് പ്രിയപ്പെട്ടവരെ, യൂദാസ് കർത്താവിന് ഒറ്റിക്കൊടുക്കുന്നു. ഗെത്സമനിൽ നിന്ന് കർത്താവ് പിന്നീട് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുകയാണ്. എന്താണ്? പീഡാസഹനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണത്. എന്താണെന്നറിയോ? കർത്താവിന് കൂടെ നടന്ന യൂദാസും പത്രോസും കർത്താവിന് ഒറ്റിക്കൊടുക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ജീവിതങ്ങളിൽ ഒറ്റിക്കൊടുക്കലുകൾ ഉണ്ടാകും. നമ്മുടെ ജീവിതങ്ങളിൽ നമ്മെ തള്ളിപ്പറയുന്ന അനുഭവം ഉണ്ടാകും. നമ്മെ മാറ്റി നിർത്തുന്ന, അവഗണിക്കപ്പെടുന്ന അവസ്ഥകൾ നമ്മുടെ ജീവിതങ്ങളിൽ കർത്താവ് അനുവദിക്കും. കർത്താവിൻ്റെ മക്കളാണെങ്കിൽ കർത്താവ് പോയ അതേ വഴിയിലൂടെ കർത്താവ് നമ്മെ നയിക്കും. പക്ഷെ കർത്താവ് ഒരിക്കലും തള്ളിക്കളയുകയില്ല. കർത്താവ് നമ്മെ ഒറ്റയ്ക്ക് ആക്കുകയില്ല. ഇവിടെ നമ്മുടെ കർത്താവ് യൂദാസിനാൽ ഒറ്റയ്ക്ക് കൊടുക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതങ്ങളിലും യൂദാസുമാരുണ്ടായിരിക്കും. ശ്രദ്ധിക്കുക, അവിടെ നമ്മൾ തകർന്നു പോകരുത്, അവിടെ നമ്മൾ നിരാശയ്ക്ക് അടിമപ്പെട്ടു പോകരുത്. കാരണം ഇത് യേശു നടന്ന അതേ വഴിയാണ്. അവിടെ നമ്മെ പരിപാലിക്കുവാൻ യൂദാസിനെ സ്നേഹിച്ച, യൂദാസിനോട് ക്ഷമിച്ച, യൂദാസിന് മുന്നിലും ഇതാ സ്നേഹത്തോടെ നിന്ന നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടിയുണ്ട്. അതുകൊണ്ട് പത്രോസിനെ പോലെ യൂദാസിനെ പോലെ നമ്മെ വഞ്ചിക്കുന്ന, തള്ളിപ്പറയുന്ന വ്യക്തികളെ നോക്കി നമ്മൾ കാലിടറി പോകരുത്, നമ്മൾ നിരാശപ്പെട്ടു പോകരുത്. നമ്മൾ അവരുടെ മുമ്പിലും സ്നേഹത്തോടെ നമ്മുടെ വഴിയിൽ നമുക്ക് മുന്നേറാൻ സാധിക്കണമെങ്കിൽ നമ്മൾ ഗെത്സമനിൽ ശക്തിയോടെ കർത്താവിനോട് പ്രാർത്ഥിക്കണം. കരങ്ങൾ ഉയർത്തി ശക്തിയോടെ പറഞ്ഞാൽ ഹല്ലേലൂയാ. ഇവിടെ ഞാൻ അനേകം വ്യക്തികൾ കണ്ടിട്ടുണ്ട്, സ്വന്തം ജീവിത പങ്കാളിയാൽ ഒറ്റിക്കൊടുക്കപ്പെട്ട വ്യക്തികൾ. സ്വന്തം ജീവിത പങ്കാളി ഒറ്റിക്കൊടുത്തു, സ്വന്തം മക്കൾ ഒറ്റിക്കൊടുത്തു, സ്വന്തം അപ്പൻ അമ്മ ഒറ്റിക്കൊടുക്കുന്ന വ്യക്തികൾ, സ്വന്തം സഹോദരൻ ഒറ്റിക്കൊടുക്കുന്നു, കൂടെ നിൽക്കുന്നവർ ഒറ്റിക്കൊടുക്കുന്നു. പ്രിയപ്പെട്ടവരെ, വേദനിച്ച് നഷ്ടപ്പെട്ടു പോകരുത്. ഒറ്റിക്കൊടുക്കൽ ഉണ്ടാകും. ഒറ്റിക്കൊടുക്കൽ മെയിൻ വ്യക്തി ആരായിരുന്നു? യൂദാസ് ആയിരുന്നു. എന്തുകൊണ്ടാണ് യൂദാസ് ആ കാര്യത്തിൽ സാത്താന്റെ അടിമയായി മാറിയത്? കാരണമുണ്ട്. യൂദാസ് യേശുവിനെ കൂടെ നടക്കുന്ന വ്യക്തിയാണെങ്കിലും അവന്റെ ചിന്ത മുഴുവനും ലോകത്തോടു കൂടിയായിരുന്നു. ലോകത്തിന്റെ ചില പ്രവണതകൾ, ചില ധനാസക്തികൾ, ചില പ്രത്യേകമായ അന്ധകാരമായിട്ടുള്ള ബന്ധം യൂദാസിന് ഉള്ളത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ യൂദാസ് കർത്താവിനെ ഒറ്റിക്കൊടുത്തത്. പ്രിയപ്പെട്ടവരെ, യൂദാസ് പരിപൂർണമായും എന്താണ്? സാത്താനെ തന്റെ ജീവിതം അടിയറ വെച്ചു. അവൻ തന്നെ ഇതാ തീരുമാനിക്കുകയാണ്, ഞാൻ യേശുവിനെ ഒറ്റിക്കൊടുത്തു, എനിക്ക് ഇനി രക്ഷയില്ല. അവൻ തന്നെ തീരുമാനമെടുത്തു,
അവൻ തന്നെ ആത്മഹത്യ ചെയ്യുകയാണ്. എന്നാൽ പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞു. എന്നാൽ പ്രിയപ്പെട്ടവരെ, പത്രോസ് തള്ളി പറഞ്ഞിട്ടുണ്ടെങ്കിലും പത്രോസ് കർത്താവിന്റെ സ്നേഹത്താൽ നിറഞ്ഞ വ്യക്തിയാണ്. പത്രോസ് എന്ത് ചെയ്തു? 22:62 വചനം പറയുന്നു, അവൻ ഹൃദയം നൊന്ത് കരഞ്ഞു, മനം നൊന്ത് കരഞ്ഞ് കർത്താവിന്റെ അടുത്തേക്ക് തിരിച്ചുപോയി, സഭയിലേക്ക് തിരിച്ചുപോയി, അപ്പോസ്തലന്മാരുടെ അടുത്തേക്ക് തിരിച്ചുപോയി. പത്രോസിനെ കർത്താവ് വീണ്ടും അനുഗ്രഹിച്ച് ഉയർത്തിയിട്ടുണ്ട്. കരങ്ങൾ ഉയർത്തി സന്തോഷത്തോടെ പറഞ്ഞേൻ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ മുൻപിൽ നമുക്ക് ചിലപ്പോൾ തെറ്റുകൾ പറ്റാം. പക്ഷെ യൂദാസിനെ പറ്റിയതുപോലെ നമ്മൾ സ്വയം തീരുമാനമെടുക്കരുത്. പത്രോസിനെ പോലെ ഹൃദയ തുറവയോടെ, അനുതാപ ഹൃദയത്തോടെ കർത്താവിൻ്റെ അടുത്തേക്ക് തിരിച്ചു വരിക, സഭയിലേക്ക് തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ നല്ലൊരു കുംസാരത്തിലൂടെ നമ്മുടെ പാപങ്ങളെല്ലാം കഴുകിക്കളയുവാൻ കർത്താവിനെ അനുവദിക്കുക. കർത്താവ് നമ്മെയും വീണ്ടെടുക്കുക തന്നെ ചെയ്യും. നാലാമത് കർത്താവ് നേരിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധി ലൂക്ക 22 63 മുതൽ 65 വരെയുള്ള വാക്യങ്ങളാണ്. അവിടെ കർത്താവ് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഇതാണ്. യേശു വലിയ പരിഹാസം നേരിട്ടു. യേശുവിന്റെ വചനം ഇപ്രകാരം പറയുന്നു, തന്നെ അടിച്ചവൻ ആരെന്ന് പ്രവചിക്കുക. മറ്റുള്ളവരുടെ, പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിനെ പടയാളികൾ മുഖം പൊത്തി മുഖത്തടിക്കുകയാണ്. നമ്മുടെ കർത്താവ് പരിശുദ്ധനായവനെ ഇത് പടയാളികൾ മുഖത്ത് കണ്ണുകൾ പൂടിയിട്ട് ഇത് മുഖത്തടിച്ചുകൊണ്ട് പറയാണ്, മുഷ്ടി കൊണ്ട് കുത്തിയിട്ട് പറയാണ്, ആരാണ് നിന്നെ അടിച്ചത്? പ്രവചിക്കുക. പ്രിയപ്പെട്ടവരെ, കർത്താവിനെ പടയാളികൾ, യഹൂദന്മാർ സകല വിധത്തിലും പരിഹാസത്തിലേക്ക് നയിക്കുകയാണ്, കുറ്റപ്പെടുത്തുകയാണ്, കളിയാക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ കർത്താവിൻ്റെ മക്കളാണെങ്കിൽ നമ്മളും ഇപ്രകാരം കടന്നു പോകേണ്ടി വരും. എന്നാൽ നിരാശപ്പെട്ടു പോകരുത്. അപ്പുറത്ത് വലിയ ഒരു ഉത്ഥാനം നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. കരങ്ങളുയർത്തി പറഞ്ഞ ഹല്ലേലൂയ. ധാരാളം പരിഹാസങ്ങൾ നേരിട്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ഒരു പുതിയ വാതിൽ തുറക്കാൻ പോവുകയാണ്. ഞാൻ സംഭവം ഓർക്കുകയാണ്. നിങ്ങളുടെ ദേശത്ത് ഞാൻ അവിടെ ഉണ്ട്. ആ സമയത്ത് ഒരു വഴക്ക്, കുടുംബ വഴക്ക് നടക്കുകയാണ്. കുടുംബ വഴക്ക് നടക്കുമ്പോൾ ഞാൻ മാക്സിമം നിരഞ്ജനപ്പെടുത്താൻ ശ്രമിക്കുന്നു. എന്നാൽ വളരെ സീനിയറായിട്ടുള്ള 2 വ്യക്തികളാണ് പരസ്പരം പോരാടുന്നത്. ഒരു വ്യക്തി, ഒരു പ്രത്യേകത, ആ വ്യക്തിയുടെ മകന്, ഒറ്റ മകനേ ഉള്ളൂ. ആ മകൻ്റെ ജീവിത പങ്കാളി, അതായത് അവരുടെ കുടുംബത്തിന് 20 വർഷമായിട്ട് മക്കളില്ല. മറ്റൊരു വ്യക്തിക്ക് മക്കളുണ്ട്, അവരെ മക്കളും പേരമക്കളെല്ലാം ഉണ്ട്. രണ്ടുകൂരും ഒരു അതിർത്തി തർക്കമാണ്. മക്കളുള്ള വല്യപ്പച്ചൻ മക്കളില്ലാത്ത വല്യപ്പച്ചനോട് ഇപ്രകാരം പറയാണ്, ഡോ മനുഷ്യോ, അവസാനമാണ് പറയുന്നത്, ഡോ മനുഷ്യോ, വെറുതെയല്ല താങ്കളുടെ മകന് കുട്ടികളെ കർത്താവ് നൽകാത്തത്, താങ്കൾ ശപിക്കപ്പെട്ടവനാണ്. പ്രിയപ്പെട്ടവരെ, അപ്പുറത്ത് നിന്ന വ്യക്തി, ആ വാക്ക് അതുവരെ സംസാരിച്ചിരുന്ന വ്യക്തി അപ്പോൾ നിശബ്ദനായി. അതുപോലെ ഹൃദയം തുളച്ചു കയറുന്ന ഒരു വാക്കുകളാണ് ആ വ്യക്തി പറഞ്ഞത്. ആ വ്യക്തി പതുക്കെ തല താത്തി വീട്ടിലേക്ക് തിരിച്ചുപോയി. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓടിച്ചെന്നു ആ വ്യക്തിയോട് മാപ്പ് ചോദിച്ചു, ഈ സഹോദരന് വേണ്ടി. അങ്ങനെ പ്രിയപ്പെട്ടവരെ, അവർ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അവർ മറ്റൊരു സത്യം തിരിച്ചറിയുകയാണ്. എന്താണെന്നറിയോ? ഈ പരിഹാസം ഏറ്റെടുത്ത ആ വെല്ലിപ്പച്ചൻ്റെ മകൻ, ഒറ്റ മകനാണ്, 20 വർഷമായിട്ട് കുട്ടികളില്ല. ഒറ്റ മാസം കഴിഞ്ഞപ്പോൾ മക്കളില്ലാത്ത ആ കുടുംബത്തിന് ആ അവരുടെ ജീവിത പങ്കാളി ഇതാ ഗർഭിണിയാവുകയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതങ്ങളിൽ കുത്തുവാക്കുകളെ ഭയപ്പെടരുത്, പരിഹാസ വാക്കുകളെ ഭയപ്പെടരുത്. എന്താണ് കാരണം അറിയോ? നമ്മൾ അവിടെ കൃപയിൽ പിടിച്ചു നിന്നാൽ നമുക്ക് വേണ്ടി കർത്താവ് വലിയ ഒരു നന്മ ഒരുക്കി വെച്ചിട്ടുണ്ട്. വിശ്വസിക്കുന്നവർ കരങ്ങളിൽ സന്തോഷത്തോടെ പറഞ്ഞ ഹല്ലേലൂയ. ചേച്ചി പിടിച്ചു നിൽക്കണം, ഗ്രേസ് ചേച്ചി പിടിച്ചു നിൽക്കണം. എല്ലാവരോടും ഉള്ള കർത്താവിൻ്റെ മെസ്സേജാണ്. നമുക്ക് ഒത്തിരി മെസ്സേജുകൾ, ഒത്തിരി പരിഹാസ വാക്കുകൾ, ഒത്തിരി നമ്മെ നോക്കി പറയും. എന്നാൽ അവിടെ എല്ലാം പിടിച്ചു നിൽക്കുന്നവർക്ക് കർത്താവ് വലിയ ഒരു കൃപ നൽകും. 5ാമത് കർത്താവ് കടന്നുപോയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധി ഒരു വിചാരണയാണ്. യോഹന്നാൻ 18:19 പ്രധാന പുരോഹിതൻ യേശുവിനെ ചോദ്യം ചെയ്തു. ലൂക്ക 23 അവർ അവന്റെ മേൽ കുറ്റം ചുമത്താൻ തുടങ്ങി. ലൂക്ക 23:8 ഹെരോദോസ് യേശുവിനെ കണ്ടപ്പോൾ, പ്രിയപ്പെട്ടവരെ, ഇവിടെ എല്ലാം സംഭവിക്കുന്നത് എന്താണെന്ന് അറിയോ? ചോദ്യം ചെയ്യലിന് മുമ്പിൽ നമ്മളെ കർത്താവ് നിർത്തും. നമ്മെ മറ്റുള്ളവർ ചോദ്യം ചെയ്യും, കുറ്റം ചുമത്തും. നമ്മൾ ഭയപ്പെട്ടു പോകരുത്. കാരണം കർത്താവ് നടന്നു പോയൊരു വഴിയാണത്. അവിടെ നമ്മൾ കർത്താവിന്റെ കൃപയാൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ഈ വിചാരണയ്ക്ക് ശേഷം ഒരു സ്വാതന്ത്ര്യം കർത്താവ് നൽകാൻ പോകുകയാണ്.
കരങ്ങളുയർത്തി സന്തോഷത്തോടെ പറഞ്ഞ് കരമുയർത്തി ഹല്ലേലൂയാ. അഭിഷേകത്തോടെ ഹല്ലേലൂയാ. വിചാരണയിലൂടെ കർത്താവ് ചിലപ്പോൾ നമ്മളെ കടത്തിവിടും. പ്രിയപ്പെട്ടവരെ, വിചാരണ നമ്മുടെ ജീവിതങ്ങളിൽ സംഭവിക്കും. അനേകം വ്യക്തികൾക്ക് ഈ ഓൾറെഡി തന്നെ അനേകം വിചാരണ നേരിടാൻ സാധിച്ചിട്ടുണ്ട്. വിചാരണ നേരിട്ടുണ്ടോ? വിചാരണ നേരിട്ടിട്ടുണ്ടോ? ഇല്ല. വിചാരണ നേരിടാൻ ഒരുങ്ങിക്കോ. ഒരു അനുഗ്രഹം വരുന്നുണ്ട് അതിൻ്റെ കൂടെ. വിചാരണയുണ്ടെങ്കിൽ അനുഗ്രഹമുണ്ട്. മറ്റുള്ളവർ നമ്മെ കുത്തുവാക്കുകൾ കൊണ്ട് നമ്മൾ ചെയ്യാത്ത കുറ്റം നമുക്കെതിരെ ആരോപിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പ്, നിങ്ങൾ ചിന്തിക്കുന്നതിനും അപ്പുറമായി വലിയ ഒരു അനുഗ്രഹം നിങ്ങളുടെ ജീവിതങ്ങളിൽ കർത്താവ് ഇപ്പോൾ ചെയ്യാൻ പോകുകയാണ്. രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിച്ച് ജീവിതങ്ങളിൽ ഇന്നോളം നേരിട്ടിട്ടുള്ള എല്ലാ വിചാരണകളെ, കുറ്റം ചുമത്തുന്ന അനുഭവം, കുറ്റം വിധിക്കുന്ന അനുഭവത്തിലൂടെ കടന്നുപോയ മക്കൾ ഇതിലുണ്ട്. ഹൃദയം തകർന്നു പോകരുത്. നിങ്ങൾക്ക് വേണ്ടി കർത്താവ് വലിയ ഒരു വാതിൽ തുറക്കാൻ പോകുകയാണ്. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് അപ്രകാരമുള്ള പ്രതിസന്ധി ഓർത്ത് നന്ദി പറഞ്ഞ് കർത്താവിൽ നിന്ന് സ്തുതിച്ചേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. വിചാരണയിലൂടെ കടന്നു പോയപ്പോൾ മനം മടുത്തുപോയ മക്കളെ ഇപ്പോൾ സ്പർശിക്കണമേ. പങ്കാളിയിൽ നിന്ന് വേദനിപ്പിക്കുന്ന അനുഭവം ഇപ്പോൾ സ്പർശിക്കണമേ, നൽകണമേ. മാതാപിതാക്കളിൽ നിന്ന് നൊമ്പരപ്പെടുത്തുന്ന വാക്കുകൾ സ്വീകരിച്ച മക്കൾ ഇതിലുണ്ട്. സൗഖ്യം നൽകണം ഈശോയെ, അഭിഷേകം നൽകണം ഈശോയെ, ശക്തിപ്പെടുത്തണമേ അപ്പാ. ഗ്ലോറി, 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 ഗ്ലോറി ഈശോയെ. ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു ഈശോയെ, ആരാധിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആറാമത് കർത്താവ് കടന്നുപോയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധി എന്നാണ്? അത് ചാമ്പട്ടിയടിയും മുൾക്കിരീടമാണ്. യോഹന്നാൻ 19:1 പിലാത്തോസ് യേശുവിനെ ചാമ്പട്ടി കൊണ്ട് അടിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, ചാമ്പട്ടി കൊണ്ട് അടിപ്പിച്ചു. ഇത് നിസ്സാര കാര്യമല്ല. യേശുവിന്റെ പീഡാനുഭവം ഒരു ദർശനത്തിലൂടെ കർത്താവ് കാണിച്ചു കൊടുത്ത ഒരു വിശുദ്ധയുടെ പേരാണ് ആൻ കാതറിൻ എമറിക്. ഈ വിശുദ്ധയുടെ ഫോട്ടോ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഒരു ജർമ്മൻ വിശുദ്ധയാണ്, വാഴ്ത്തപ്പെട്ടവരാണ്. ഈ വിശുദ്ധയുടെ പ്രത്യേകത വലിയ സഹനത്തിലൂടെ കടന്നുപോയൊരു വിശുദ്ധയാണ്. എന്നാൽ ഈ വിശുദ്ധിക്ക് എന്ത് സംഭവിച്ചെന്നറിയോ? കർത്താവ് പീഡാസഹനത്തിൻ്റെ മുഴുവൻ ദർശനങ്ങളും കാണിച്ചു കൊടുക്കുകയാണ്. ഓരോ കാര്യങ്ങളും, ആരെല്ലാമാണ് യേശുവിനെ അടിച്ചത്, ആരെല്ലാമാണ് കൂടെ നിന്നത്, ആരെല്ലാമാണ് പ്രാർത്ഥിച്ചത്, യേശു എങ്ങനെയാണ് അത് സ്വീകരിച്ചത്, എല്ലാ കാര്യങ്ങളും A to Z കാര്യങ്ങൾ ഈ വിശുദ്ധയ്ക്ക് കർത്താവ് വെളിപ്പെടുത്തി നൽകുകയാണ്. ഈ വിശുദ്ധ പറഞ്ഞൊരു കാര്യപ്രകാരമാണ് കർത്താവിനെ അവർ പിലാത്തോസിന്റെ പ്രത്യോരത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്തിനാണ്? ചമ്മട്ടി കൊണ്ട് അടിപ്പിക്കാൻ. ഹല്ലേലൂയ. എന്തിനാണ് യേശു ചമ്മട്ടിയടി ഏറ്റത്? യേശു എന്തിനാണ് ശരീരം മുഴുവൻ മുറിക്കപ്പെട്ടത്? യേശു ക്രിസ്തുവിന്റെ ശരീരത്തിൽ നിന്ന് 28,340 രക്തത്തുള്ളികൾ വീണിട്ടുണ്ട്. 6,600ഓളം മുറിവുകൾ യേശു ക്രിസ്തുവിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇതെല്ലാം നമുക്ക് വേണ്ടി ഉള്ളതായിരുന്നു. കരങ്ങൾ ഉയർത്തി ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇതെന്തിനു വേണ്ടിയായിരുന്നു? ഇതാ യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 53:5 യേശു ക്രിസ്തുവിന് വർഷങ്ങൾക്ക് മുമ്പുള്ള പ്രവാചകനാണ് യേശയ്യാ. യേശയ്യാ പ്രവാചകന് കർത്താവ് ഒരു ദർശനം കാണിച്ചു കൊടുക്കുകയാണ്. ലോകരക്ഷകനായ മനുഷ്യമക്കളെ വിടുവിക്കാനുള്ള യേശു ക്രിസ്തു എന്താണ്? ഇതാ പ്രത്യോറിയത്തിൽ വെച്ച് പടയാളികളാൽ അടിക്കപ്പെടുന്നു. അവിടെ വചനം കർത്താവ് കൊടുക്കുകയാണ്. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. അവന്റെ ക്ഷതങ്ങളാൽ നമ്മൾ സൗഖ്യം പ്രാപിച്ചു. യേശുക്രിസ്തുവിന്റെ മേലുള്ള സകല മുറിവുകളും നമുക്കുള്ള സൗഖ്യമാണ്. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ മേലുള്ള സകല മുറിവുകളും, യേശു ക്രിസ്തുവിന്റെ ശരീരം ഇറ്റുവീണ സകല രക്തത്തുള്ളികളും നമുക്കുള്ള വിടുതലിന്റെ രക്തമാണ്. നമ്മുടെ തലമുറയുടെ അനുഗ്രഹത്തിന്റെ രക്തമാണ്. നമ്മുടെ മക്കളുടെ അനുഗ്രഹത്തിന്റെ രക്തമാണ്. പ്രിയപ്പെട്ടവരെ, അതിനുവേണ്ടി യേശു എന്തുമാത്രം വില കൊടുത്തു എന്നാണ് ഈ വിശുദ്ധയ്ക്ക് കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തത്. വചനത്തിൽ ഒറ്റ വചനമാണ് എഴുതിയിരിക്കുന്നത്. പിലാത്തോസ് യേശുവിനെ ചവിട്ടി കൊണ്ട് അടിപ്പിച്ചു. പക്ഷെ പ്രിയപ്പെട്ടവരെ, കർത്താവ് അതിന് കൊടുത്ത വില. പ്രിയപ്പെട്ടവരെ, ഈ പുസ്തകത്തിൽ ഇപ്രകാരമാണ് എഴുതിയിട്ടുള്ളത്.
യേശുവിനെ ഇതാ ഒരു തൂണിൽ കെട്ടിയിടുകയാണ്. കൂണിൽ ചേർത്ത് കെട്ടുമ്പോൾ യേശു ക്രിസ്തുവിന്റെ ശരീരത്തിലുണ്ടായിരുന്ന എല്ലാ ഡ്രസ്സുകളും അവർ വലിച്ചു കളഞ്ഞു. പരിപൂർണ്ണ നഗ്നൻ നമ്മുടെ പരിശുദ്ധനായ കർത്താവ്, ചുറ്റും ജനങ്ങൾ നിൽക്കുന്നു. പരിശുദ്ധ അമ്മയെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. പരിശുദ്ധ അമ്മ അവിടെയുണ്ട്, വിശുദ്ധ മഗ്ദല മറിയം അവിടെയുണ്ട്. പരിശുദ്ധ അമ്മ ഇത് അമ്മയുടെ തന്നെ മറ്റൊരു ബന്ധുവായ മറിയത്തിന്റെ കൂടെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുകയാണ്. പ്രിയപ്പെട്ടവരെങ്കിലും ഈ വിശുദ്ധ കണ്ട ഒരു കാര്യം എന്താണ്? പരിശുദ്ധ അമ്മയുടെ മുഖത്തും അപ്പോഴും അവളുടെ മുഖത്ത് കണ്ണീർ ചാലുകളാണ്, എങ്കിലും അവളുടെ മുഖത്ത് ഒരു പ്രത്യാശയുടെ വെട്ടമുണ്ടായിരുന്നു. കരങ്ങൾ ഊറ്റി പറഞ്ഞു ഹല്ലേലൂയാ, ആവേ മരിയ, ആവേ മരിയ. പ്രിയപ്പെട്ടവരെ, കർത്താവിനെ അങ്ങനെ ചവിട്ടി കൊണ്ടടിക്കാൻ പോവുകയാണ്. 3 സ്റ്റെപ്പായിട്ടാണ് യേശു ക്രിസ്തുവിനെ അവൻ അടിക്കുന്നത്. പ്രിയപ്പെട്ട, എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് ഇപ്രകാരമുള്ള ഒരു കാര്യം നമ്മളോട് ഇന്ന് രാത്രി പ്രഘോഷിക്കുന്നത്? നമ്മൾ ഇത് ദർശനത്തിൽ കാണുകയാണ്. നിങ്ങൾ ഇപ്പോൾ വിശ്വാസത്തിൽ കാണുക, യേശു ക്രിസ്തുവിനെ ഇത് അടിക്കാൻ പോവുകയാണ്. അവിടെയാണ് നമുക്കുള്ള വിടുതലിന്റെ രക്തം ഒഴുകാൻ പോകുന്നത്. നിങ്ങൾ വിശ്വാസത്തോടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ തലമുറയിലേക്ക് യേശു ക്രിസ്തുവിന്റെ രക്തം ഇതാ ഒഴുകാൻ പോകുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ 3 വിധത്തിലാണ്. ഒന്ന്, ആദ്യത്തെ ഒരു കൂട്ടം പടയാളികൾ വന്നു. ഇപ്രകാരമാണ് എഴുതി വെച്ചിരിക്കുന്നത്. ആ പടയാളികളല്ല, അവർ കുറ്റവാളികളായിരുന്നു. ഈജിപ്തിൽ രാജ്യത്തിന് അതിർത്തിയിലുള്ള കൊടും കുറ്റവാളികൾ. അവർ ഈ വിശുദ്ധ കണ്ടക്കാർ ഇപ്രകാരമാണ്, അവർ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ കയ്യിൽ വലിയൊരു ചാട്ട, ആ ചാട്ട് തോൽവാറ് കൊണ്ടാണ് ഉണ്ടാക്കിയത്. അവർ നമ്മുടെ കർത്താവിനെ ശിരസ് മുതൽ ഉള്ളങ്കാല് വരെ അടിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് ഒരു പുഴുവിനെ പോലെ കിടന്ന് പുളയുകയാണ്. നമ്മുടെ കർത്താവിന്റെ ആർത്തനാദം അവിടെ മുഴുവനും അടിച്ചു. പ്രിയപ്പെട്ടവരെ, പഴയ നിയമത്തിൽ കുഞ്ഞാടിനെ കൊല്ലും ബലിപീഠത്തിൽ. ആ കുഞ്ഞാടിനെ കൊല്ലുന്ന സന്ദർഭത്തിൽ കുഞ്ഞാട് കരയും. ഈ വിശുദ്ധ എഴുതിയിരിക്കുകയാണ്, ആ കുഞ്ഞാടിനെ കരച്ചില പോലെ നമ്മുടെ പരിശുദ്ധനായ കർത്താവ് പടയാളികൾ അടിക്കുമ്പോൾ, ശരീരത്തിൽ അടിക്കുമ്പോൾ ഓരോ ഇഞ്ചിലും അടിക്കുകയാണ്, ശരീരത്തിൽ ഓരോ ഭാഗങ്ങളും അടിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ശരീരം പൊട്ടി രക്തമൊഴുകുകയാണ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, യേശുവിന് നിൽക്കാൻ പറ്റുന്നില്ല. യേശുവിനെ അവിടെ ചുറ്റി കെട്ടിയിരിക്കുന്നതുകൊണ്ട് മാത്രമാണ് യേശു, അല്ലെങ്കിൽ അവൻ തളർന്നു വീഴുമായിരുന്നു. അവസാനം അടയാളികൾ വന്ന കെട്ടഴിക്കുമ്പോൾ യേശു അവിടെ നിലത്ത് വിടുകയാണ്. ശരീരം മുഴുവൻ വിറയ്ക്കുന്നു. ഇതാ രണ്ടാമത് ഗ്രൂപ്പ് കടന്നു വരികയാണ്. ആ ഗ്രൂപ്പ് എന്ത് ചെയ്തെന്ന് അറിയോ? അവരുടെ കയ്യിൽ ഒരു 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 പ്രത്യേക വിധത്തിലുള്ള ചാട്ടയുണ്ട്. അതെന്താണെന്ന് അറിയോ? മുള്ളുകൊണ്ടുള്ള ചാട്ടയാണ്, മുൾചാട്ട. പാഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന ഫിലിം, ഈ പ്രത്യേകിച്ച് ഈ പുസ്തകത്തിലൂടെയാണ് അവർ അത് ചെയ്തിട്ടുള്ളത്. പാഷൻ ഓഫ് ക്രൈസ്റ്റ് കാണുമ്പോൾ നമുക്കറിയാം. അങ്ങനെ മുൾചാട്ട കൊണ്ടാണ് അടിക്കുന്നത്. മുൾചാട്ട കൊണ്ട് അടിച്ചതിന്റെ പ്രത്യേകത, ശരീരത്തിലെ ഓരോ കോശങ്ങളും ചിതറിപ്പോകും, രക്തം ചിതറും. പ്രിയപ്പെട്ടവരെ, യേശു കിടന്ന് നിലവിളിക്കുന്നു. അവന്റെ ശരീരം മുഴുവനും വിണ്ട് കീറിക്കൊണ്ടിരിക്കുന്നു. ഈ സമയം പടയാളികൾ മദ്യപിച്ചാണ് നിൽക്കുന്നത്. അവർക്ക് ഒരു ബോധമില്ല. അവർ പൊട്ടിച്ചിരിക്കുകയാണ് യേശു കരയുമ്പോൾ. അവിടെയുള്ള യഹൂദർ ആർത്തി വിളിക്കുന്നു. പ്രിയപ്പെട്ടവർ, അതിന്റെ മധ്യം പരിശുദ്ധമ്മ ഇതാ മഗ്ദല മറിയം മാക്സിമത്തിൽ എന്താണ് കാണാൻ പോലും അവർക്ക് പറ്റുന്നില്ല. ഒരു പ്രാവശ്യമേ മറിയം നോക്കിയിട്ടുള്ളൂ തന്റെ മകന്റെ മേൽ ചാട്ടവാറ് വീഴുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അമ്മ അവിടെ നിൽക്കുന്നു എന്നാണ് കാരണം. അമ്മയുടെ ഹൃദയത്തിൽ അപ്പോഴും ഒരു കൃപയുടെ പ്രകാശമുണ്ടായിരുന്നു, അല്ലെങ്കിൽ അവൾ അവിടെ വീണു പോകുമായിരുന്നു. പിന്നീട് 3ാമത്തെ ഗ്രൂപ്പ് കടന്നു വരികയാണ്. അവരുടെ കയ്യിൽ ചാട്ടവാറയ്ക്ക് പ്രത്യേകത ഉണ്ട്. എന്താണെന്നറിയോ? അതിൽ ചില കൊളത്തുകളുണ്ട്, കൊളത്തുകൾ, ഇരുമ്പ് കൊളത്തുകൾ, ചങ്ങല കൊണ്ടുള്ള ചെറിയ ചങ്ങലകൾ, ചെയിനുകളെല്ലാം ഉണ്ട്. ഇതുകൊണ്ട് അവർ വാഞ്ഞടിക്കാൻ തുടങ്ങി. യേശുവിന്റെ ശരീരത്തിൽ നിന്ന് ഇനി രക്തം വീഴാത്ത സ്ഥലമില്ല. എന്നാൽ ഈ കൊളത്ത് കൊണ്ടടിച്ചപ്പോൾ എന്ത് സംഭവിച്ചെന്നറിയോ? ഈ ശരീരത്തിലെ മാംസങ്ങളിൽ അത് തുളച്ചു കയറി ആ മാംസത്തെ അത് പറിച്ചെടുത്തു. പ്രിയപ്പെട്ടവരെ, ശരീരം മുഴുവൻ പറിക്കപ്പെട്ടു. ഒരു പക്ഷി ഒരു 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 ഇരയെ തിന്നുന്നതുപോലെ അവർ നമ്മുടെ കർത്താവായ നമ്മുടെ ആത്മമണവാളന്റെ ശരീരം, പരിശുദ്ധമായ ശരീരത്തെ മുഴുവൻ അടിച്ച് ഇത് അവിടെ നിന്ന് രക്തവും വെള്ളവും ഒഴുകിക്കൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ സമയം ഈ വിശുദ്ധ ഒരു കാഴ്ച കാണുകയാണ്. എന്താണെന്നറിയോ? മാലാഖമാർ കടന്നു വന്ന് അവിടെ നിന്ന് പൊട്ടിക്കരയുകയാണ്. എന്തുകൊണ്ടാണ് അവർക്കിത് തടയാൻ പറ്റാത്തത്? യേശു തന്നെ പറഞ്ഞിട്ടുണ്ട്,
ഇപ്രകാരം ഞാൻ കടന്നു പോകേണ്ടതും ദൈവത്തിന്റെ ഹിതമാണ്. ഇപ്രകാരം ഞാൻ കടന്നു പോകുമ്പോൾ മാത്രമാണ് എൻ്റെ പ്രിയപ്പെട്ട മക്കൾ വിടുതൽ പ്രാപിക്കാൻ പോകുന്നത്. രണ്ട് കരങ്ങൾ ഉയർത്തി ശക്തിയോടെ പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. യേശു നമ്മുടെ മുന്നിലാണ് അടിക്കപ്പെടുന്നത്. പ്രിയപ്പെട്ടവർ, നമ്മുടെ മുന്നിൽ യേശു നിൽക്കുകയാണ്. യേശുവിന്റെ കണ്ണുകൾ നമ്മെ നോക്കുന്നു. ആർക്കാ നോട്ടത്തെ സ്വീകരിക്കാൻ സാധിക്കും? സഹനത്തെ മധ്യേ ശരീരം മുഴുവൻ മുറിക്കപ്പെടുമ്പോൾ യേശു നമ്മെ നോക്കുകയാണ്. എന്തിനാ നോക്കുന്നത്? നീ എന്തിന് ഇനിയും പിറുപിറുക്കുന്നു? നീ എന്തിന് ഇനിയും നിന്റെ ശത്രുവിനോട് ക്ഷമിക്കാതിരിക്കുന്നു? ഇനിയും നീ എന്തിന് കലഹിക്കുന്നു? നീ എന്തിനും ഇനിയും നിന്റെ ശരീരത്തിൽ പാപം ചെയ്യുന്നു? പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശരീരത്തെ യേശുവിന്റെ തിരുശരീരങ്ങളാൽ കഴുകപ്പെടാൻ വേണ്ടി ആഗ്രഹിച്ച് രണ്ട് കരം ഉയർത്തി ശക്തിയോടെ കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ, അങ്ങയുടെ പരിശുദ്ധ രക്തത്താൽ ഞങ്ങൾ കഴുകണമേ. അപ്പാ യേശുവേ, ഞങ്ങളുടെ ശരീരത്തെ കഴുകണമേ. യേശുവേ, ആത്മാവിനെ കഴുകണമേ. യേശുവേ, വേദനകളിലേക്ക് ഇറങ്ങി വരണമേ. ഏറ്റെടുക്കണമേ, ഏറ്റെടുക്കണമേ, ഏറ്റെടുക്കണമേ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ. ഈ സമയത്ത് അവിടെ ഒരു അത്ഭുതം. അവിടെ ചില യഹൂദർക്ക്, ചില വ്യക്തികൾക്ക് ഈ അടി കണ്ട് അവർ കരയുകയാണ്. ചില വ്യക്തികൾ എന്നെ ക്രൂരമായ എല്ലാവരും അട്ടഹസിക്കുന്നു, ചില വ്യക്തികൾക്ക് കരയുകയാണ്. ഈ സമയത്ത് ഈ വിശുദ്ധ ദർശനം കാണുകയാണ്. കരയുന്ന വ്യക്തികളിലേക്ക് യേശുക്രിസ്തുവിന്റെ ഹൃദയത്തിൽ നിന്ന് ഒരു പ്രകാശം എന്ന് വ്യാപരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ഇവിടെ ഇരിക്കുന്നു ശുശ്രൂഷ പങ്കെടുക്കുവാൻ. എന്നാൽ ചില വ്യക്തികളുടെ ഹൃദയത്തിൽ യേശുവിനോടുള്ള സ്നേഹം നിറയുന്നുണ്ട്. അവരെ ഹൃദയങ്ങളിലേക്ക് യേശുക്രിസ്തുവിൽ നിന്ന് ഒരു പ്രകാശം വന്ന് ഇപ്പോൾ വ്യാപരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അപ്രകാരമുള്ള വ്യക്തികളെ കർത്താവ് അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. മൂന്നാമത്, ആറാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വേദന, കർത്താവിന്റെ ശിരസിൽ അവർ മുൾക്കിരീടം വെച്ചു. പ്രിയപ്പെട്ടവർ, ഈ ശരീരം മുഴുവൻ അടിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവിനെ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നറിയോ? ഇവർ കർത്താവിനെ വലിച്ചു കൊണ്ടുപോവുകയാണ്. നഗ്നനാണ് യേശു. സ്ത്രീകൾ നിൽക്കുന്നുണ്ട് അവിടെ. പ്രിയപ്പെട്ടവരെ, കർത്താവിന് ശരീരം മറയ്ക്കാൻ ഒരു തുണി പോലും അവർ കൊടുത്തില്ല. അതിനുശേഷമാണ് അവർ തുണി കൊടുക്കുന്നു. യേശു മറയ്ക്കുന്നു. പെട്ടെന്ന് ശരീരം മറയ്ക്കുന്നു. ശരീരം നിൽക്കാൻ പോലും പറ്റുന്നില്ല. വിറയ്ക്കുന്നുണ്ട്, ദാഹിക്കുന്നുണ്ട്, ചുണ്ടുകളെല്ലാം വിറച്ചുകൊണ്ടിരിക്കുകയാണ്. സമയം അവർ യേശുവിനെ പിടത്തിൽ ഇരുത്തിയ ശേഷം അടിച്ചു. അതിനുശേഷം ഒരു കിരീടം ഉണ്ടാക്കിയിട്ടുണ്ട്. കിരീടത്തിന്റെ പ്രത്യേകത, മുള്ളുകളെല്ലാം ശിരസിലേക്കാണ് നിൽക്കുന്നത്. ആ മുള്ളുകൾ ശിരസിൽ വെച്ചു. ഒരു ഞാങ്ങണമടി കയ്യിൽ കൊടുത്തു. ശേഷം മുട്ടുകുത്തി പറഞ്ഞു, യഹൂദ രാജാവേ എന്ന് പറഞ്ഞു യേശുവിനെ പരിഹസിച്ചു. അതിനുശേഷം ആ ഞാങ്ങണ മടി എടുത്ത് യേശുവിനെ ശിരസിൽ അടിക്കുകയാണ്. മുൾക്കിരീടം ഇരിക്കുന്ന ശിരസിൽ അടിച്ചാൽ എന്തായിരിക്കും? ശിരസിൽ അടിക്കുമ്പോൾ യേശു അവിടെ കുത്തിയിരുന്നു എന്നാണ് പറയുന്നത്. യേശുവിന്റെ കണ്ണുകളിൽ നിന്ന് രക്തം ഒഴുകാൻ തുടങ്ങി. ഇതാ മുള്ളുകൾ ശിരസിലേക്ക് ആഞ്ഞു തറയ്ക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ട, എന്തിനു വേണ്ടിയാണ് യേശു ശിരസിൽ മുൾമുടി ചൂടിയത്? മറ്റൊന്നിനു വേണ്ടിയിട്ടല്ല. ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ് അവിശ്വാസ ചിന്തയിലും മ്ലേച്ഛതയിലും ജീവിക്കുന്നവരുടെ തലച്ചോറിനെയും ബുദ്ധിയെയും വിശുദ്ധീകരിക്കാൻ വേണ്ടിയാണ് കർത്താവ് ഇപ്രകാരം ഒരു സഹനം ഏറ്റെടുത്തിട്ടുള്ളത്. കരങ്ങളിൽ സന്തോഷത്തോടെ പറഞ്ഞ ഹല്ലേലൂയ, സഹനത്തോടെ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. തലച്ചോറ് സംബന്ധമായ ഒരു രോഗിയെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. ഇവിടെ ആരെങ്കിലും തലസംബന്ധമായ എന്തെങ്കിലും രോഗമായി വന്നിട്ടുണ്ടോ? തലച്ചോറ് സംബന്ധമായ എന്താണ് അസുഖം? സൗഖ്യമുണ്ട് കേട്ടോ. തലച്ചോറ് സംബന്ധമായ രോഗിക്ക് സൗഖ്യമുണ്ട്. മാത്രമല്ല, തലച്ചോറ് സംബന്ധമായ രോഗപീഠകളിൽ ഇവിടെ ആയിരിക്കുന്ന ഒരു 3 വ്യക്തികളെ കർത്താവ് ഇപ്പോൾ സ്പർശിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവർ, അതിനുശേഷം മുള്ളുകളെല്ലാം 3 മുള്ളുകൾ യേശുവിന്റെ കണ്ണിന്റെ താഴെ പുറത്തേക്ക് വരികയാണ്. ശിരസിൽ തറച്ചു, പുറത്തേക്ക് വന്നു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, യേശുവിനെ അതുപോലെ അവർ അപമാനിച്ചു. മറ്റൊരു മേഖലയിലേക്ക് കർത്താവ് ഇതാ നമ്മളെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. 8ാമത് കർത്താവ് എന്ത് വേദനയോടെയാണ് കടന്നു പോയത്? മറ്റൊരു വേദന, കർത്താവിനെ അവർ ക്രൂശിക്കാൻ വിധിക്കാൻ പോവുകയാണ് പീലാത്തോസിന്റെ മുന്നിൽ. പീലാത്തോസ് കർത്താവിനെ വിധിക്കാൻ പോകുന്നു. കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ രാജാവിനെ ഞാൻ വിധിക്കണോ? ഈ സമയം അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവനെ ക്രൂശിക്കുക, ബറാബാസിനെ ഞങ്ങൾക്ക് വിട്ടു നൽകുക. ആരാണ് ബറാബാസ്?
ആരാണ് ബറാബാസ്? ബറാബാസ് മറ്റാരുമല്ല, അത് നമ്മൾ തന്നെയാണ്. നമ്മൾ വിടുതൽ പ്രാപിക്കാൻ വേണ്ടി നമ്മുടെ കർത്താവ് ഇതാ വിധിക്കപ്പെടാൻ പോവുകയാണ്. നമ്മളാണ് നമ്മുടെ പാപങ്ങളെ പ്രതി കുരിശിൽ കിടക്കേണ്ടത്. എന്നാൽ നമുക്ക് വേണ്ടി നമ്മുടെ കർത്താവ് ക്രൂശിൽ കിടക്കുന്നു. നമുക്ക് വേണ്ടി നമ്മുടെ കർത്താവ് ക്രൂശിൽ കിടക്കുകയാണ്. നമ്മളാണ് ആ ക്രൂശിൽ കിടക്കേണ്ടത്. നമ്മളാണ് പാപികൾ. എന്നാൽ പരിശുദ്ധനായ കർത്താവ് എന്ത് ചെയ്തു? ദൈവപിതാവിനോട് പറഞ്ഞു, പിതാവേ, ഇവർക്ക് വേണ്ടി ഞാൻ കിടക്കാം, ഇവരെ ശിക്ഷ ഞാൻ ഏറ്റെടുക്കാം. ബറാബാസ് അതുപോലെ കഠിനപാപി, കലാപകാരിയാണ്. എന്നാൽ ബറാബാസ് റെപ്രസെന്റ് ചെയ്യുന്നത് മനുഷ്യകുലം മുഴുവനെയും വേണ്ടിയാണ്. മനുഷ്യകുലത്തെ മുഴുവൻ രക്ഷ നൽകുവാൻ നമ്മുടെ കർത്താവ് പകരക്കാരനായി മാറി. രണ്ട് കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച്, എനിക്ക് വേണ്ടിയാണ് യേശു കുരിശിൽ കിടന്നത് എന്ന് വിശ്വസിക്കുന്നവർ ജീവിതം മുഴുവനും കർത്താവിനെ കരങ്ങളിലേക്ക് കൊടുത്ത് ശക്തിയോടൊരു 3 പ്രാവശ്യം നിലവിളിയോടെ ഒന്ന് യേശുവിനെ വിളിച്ച്, യേശുവേ, പോരാ, യേശുവേ, ശക്തിയോടെ യേശുവേ. പ്രിയപ്പെട്ടവരെ, ബറാബാസിനെ അവർ വിട്ടയച്ചു. ബറാബാസിനെ വിട്ടയച്ച് നമ്മുടെ കർത്താവിനെ അവർ വിധിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളാണ് ആ സ്ഥാനത്ത് നിൽക്കേണ്ടത്. 9ാമത് കർത്താവ് കടന്നുപോയ ഏറ്റവും വലിയൊരു വേദന മറ്റൊന്നുമല്ല, വേദനയല്ല, ഒരവസ്ഥ എന്ന് പറയുന്നത് കർത്താവ് മുഖം കുത്തിയാണ് വീഴുന്നത്. ബൈബിളിൽ അത് എഴുതിയിട്ടില്ല, പക്ഷേ ദൈവാത്മാവ് ഈ വിശുദ്ധിക്ക് അത് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ കുരിശിന്റെ വഴിയിൽ അത് ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് കർത്താവ് വീണു പോയത്? ശരീരം മുഴുവൻ തളർന്നു പോയി. കർത്താവ് പൂർണ്ണ മനുഷ്യനായിരുന്നു, പൂർണ്ണ ദൈവമായിരുന്നു. എന്നാൽ പീഡാസഹന സമയത്ത് കർത്താവ് ദൈവത്വത്തെ ഉപയോഗിച്ചിട്ടില്ല. കർത്താവ് തന്റെ മനുഷ്യ പ്രകൃതമാണ് ഉപയോഗിച്ചത്. അവിടെ കർത്താവിന് ശരീരം മുഴുവൻ രക്തം വാർന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ആരും സഹായിക്കാനില്ല. ഒരു തുള്ളി വെള്ളം കുടിച്ചിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞു, ഉറങ്ങിയിട്ടില്ല. ശരീരം മുഴുവനും മുറിപ്പാടുകളാണ്. ഈ സമയത്ത് യേശുവിന് ഈ വലിയ ഭാരമുള്ള കുരിശ് താങ്ങാൻ പറ്റുന്നില്ല. യേശു ഒരു 3ഓളം പ്രാവശ്യം വീണു എന്നാണ് പരിശുദ്ധാത്മാവ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത് ആ പുസ്തകത്തിൽ. പ്രിയപ്പെട്ടവർ, എന്തിനു വേണ്ടിയാണ് കർത്താവ് വീണത്? നമ്മൾ വീഴാതിരിക്കാൻ വേണ്ടിയാണ് കർത്താവ് വീണിട്ടുള്ളത്. കരങ്ങളുയർത്തി പറഞ്ഞാൽ ഹല്ലേലൂയ. നമ്മൾ തകർന്നു പോകാതിരിക്കുവാൻ, നമ്മൾ ആത്മഹത്യയിലേക്ക് പോകാതിരിക്കുവാൻ, നമ്മൾ നിരാശയിലേക്ക് പോകാതിരിക്കുവാൻ, നമ്മുടെ ജീവിതം ദുഃഖപൂരിതമാകാതിരിക്കുവാൻ കർത്താവ് നമുക്ക് വേണ്ടി വീണിട്ടുണ്ടെങ്കിൽ, കർത്താവിന്റെ പീഡാസഹനങ്ങളെ ധ്യാനിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതങ്ങളിൽ ഒരു ഉയർപ്പ് കർത്താവ് അനുവദിക്കാൻ പോവുകയാണ്. പ്രിയപ്പെട്ടവർ, ഈ സമയം അവർക്ക് മനസ്സിലായി ഇവൻ മരിച്ചു പോകും. ക്രൂശീകരണത്തിന് മുൻപ് തന്നെ യേശു മരിക്കുമെന്നുള്ള ആ ഒരു കാര്യം പടയാളികൾക്ക് മനസ്സിലായി, റോമൻ പടയാളികൾക്ക് മനസ്സിലായി, യഹൂദർക്ക് മനസ്സിലായി. അപ്പോൾ അവർ ഒരു കൃത്യം ചെയ്യാൻ, എന്താണ്? അവർ ശിമിയോൻ എന്നൊരു വ്യക്തി, ശിമിയോൻ ഒരു വിജാതീയനായിരുന്നു. പ്രിയപ്പെട്ടവരെ, ശിമിയോൻ വിജാതീയൻ. 3 കുട്ടികൾ അവന്റെ കൂടെ അപ്പോഴുണ്ട്. ആ കുട്ടികളുടെ പേര്, ആദ്യത്തെ കുട്ടിയുടെ പേര് റൂഫസ്, 2ാമത് അലക്സാണ്ടർ, 3ാമത് കുട്ടി വളരെ ചെറുതാണ്, വളരെ ചെറിയ കുട്ടിയാണെന്നാണ് ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത്. സമയത്ത് ശിമിയോനെ അവർ വിളിച്ചു, ഈ കുട്ടികളെ നിലവിളിച്ചു. ഈ സമയത്ത് അവിടെ യേശുവിനെ സ്നേഹിക്കുന്ന കുറച്ച് സ്ത്രീകൾ അവിടെ ഉണ്ടായിരുന്നു. അവർ ആ കുട്ടികളെ ചേർത്ത് പിടിച്ചു. ശിമിയോന് ഒട്ടും ഇഷ്ടമല്ല, പക്ഷേ അവർ നിർബന്ധിച്ച് ശിമിയോനെ കുരിശ് ചുമക്കാൻ വിളിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇഷ്ടമില്ലാത്ത കുരിശ് ചിലപ്പോൾ കർത്താവ് നമ്മുടെ തോളിൽ വെച്ച് തരും. പ്രിയപ്പെട്ടവരെ, വേദനിക്കരുത്. അപ്പുറത്തെ സൈഡിൽ യേശു ഉണ്ട്. നീ ഒറ്റയ്ക്കല്ല കുരിശ് ചുമക്കേണ്ടത്, കർത്താവ് കൂടിയുണ്ട്. പക്ഷെ മറ്റൊരു രഹസ്യമുണ്ട്. നീ കർത്താവിന്റെ കുരിശ് ചുമക്കുമ്പോൾ കർത്താവ് നിന്നെ കുറിച്ച് ആനന്ദിക്കുകയാണ്. കരങ്ങളുയർത്തി പറഞ്ഞാൽ ഹല്ലേലൂയ. നമ്മെ എന്നും വേദനിപ്പിക്കുന്ന, നമ്മെ എന്നും ശകാര വാക്കുകൾ പറയുന്ന ഒരു വ്യക്തി നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു കുരിശ് ചുമക്കുകയാണ്. നമ്മൾ തളർന്നു പോകില്ല. കാരണം മറുവശത്ത് കർത്താവുണ്ട്. നമ്മൾ ആ കുരിശ് ചുമക്കുമ്പോൾ കർത്താവ് നമ്മെ നോക്കി പുഞ്ചിരിക്കുന്നുണ്ട്. ആ കുരിശ് ചുമക്കാൻ ശക്തി നൽകുന്നുണ്ട്. ശിമിയോൻ എങ്ങനെയാണ് ശക്തി പ്രാപിച്ചെന്നറിയോ? ശിമിയോൻ ഇഷ്ടമല്ല ആ കുരിശ് ചുമക്കാൻ. ശിമിയോനെ കർത്താവ് നോക്കുകയാണ്. കർത്താവിന്റെ കണ്ണുകളിൽ നിന്ന് പോലും രക്തം ഒഴുകുന്നു. ഈ കണ്ണുകൾ കൊണ്ട്, സ്നേഹം കൊണ്ട് നിറഞ്ഞ കണ്ണുകൾ, ഹൃദയം മുഴുവനും ആ സമയത്തും യേശു പടയാളികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒറ്റ നോട്ടം യേശു ഇതാ ശിമിയോനെ നോക്കി.
സമയം പറയുകയാണ്, ശെമയോനിൽ മാറ്റം വരികയാണ്. ഒറ്റ നോട്ടത്തിലൂടെ ശെമയോന്റെ ഹൃദയത്തിലേക്ക് ദൈവാത്മാവ് കടന്നു വരികയാണ്. കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. പിന്നീട് ശെമയോന് ആ കുരിശ് ചുമക്കുന്നത് ഒരു ആനന്ദമായി മാറി, ഒരു ആനന്ദമായി മാറി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതങ്ങളിൽ പലപ്പോഴും നമ്മുടെ കുരിശുകൾ നമുക്ക് സഹിക്കാൻ പറ്റാത്തത് നമ്മൾ കർത്താവിന്റെ കരങ്ങളിൽ നിന്ന് കൃപ സ്വീകരിക്കുന്നില്ല. ഞാൻ ഓർക്കുന്ന സംഭവം, ഞങ്ങൾ സ്ഥിരമായി പോകുന്ന ധ്യാന സെന്ററിന്റെ ശുശ്രൂഷക, ആ സഹോദരി പേരാണ് ജോമോൾ. ജോമോളിന്റെ ഏകദേശം ഒരു 35 വയസ്സുള്ളപ്പോൾ ആ സഹോദരിയുടെ ജീവിത പങ്കാളി ടെറസിൽ നിന്ന് വീണ് മരിക്കുകയാണ്. 2 ചെറിയ കുട്ടികൾ. ഈ സഹോദരി വളരെ ശക്തിയോടെ കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. സമയം ഞങ്ങൾ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, സഹോദരി എങ്ങനെയാണ് ഇത്ര ശക്തിയോടെ കർത്താവിനോട് നിൽക്കാൻ പറ്റുന്നത്? ഭർത്താവ് മരിച്ചു. സാധാരണ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഒറ്റപ്പെട്ടു പോകും, ദുഃഖിക്കും, പലരും ജീവിതം തന്നെ നഷ്ടപ്പെടുത്തി കളയും. എന്നാൽ ഈ സഹോദരി മുഖത്ത് പുഞ്ചിരിയാണ്, പ്രത്യാശയാണ്, ശക്തമായി പ്രാർത്ഥിക്കും, ഭാഷാപരത്തോടെ കർത്താവിനെ ആരാധിക്കും. ഞാൻ ചോദിച്ചപ്പോൾ ഈ സഹോദരി പറഞ്ഞു രഹസ്യമുണ്ട്. സഹോദരി പറയാണ്, ഭർത്താവ് മരണത്തിന്റെ തൊട്ട് തലേ ദിവസം ഈ സഹോദരി നല്ലപോലെ പ്രാർത്ഥിക്കുന്ന സഹോദരിയാണ്. വിശുകുർബാനിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ യേശുവിന്റെ തിരുശരീരക്തങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന സമയം കുദാശവചനം ഏറ്റു പറഞ്ഞപ്പോൾ അവിടേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന ആ ഗോതമ്പപ്പത്തെ യേശുവിനെ ശരീരമാക്കി മാറ്റുന്ന സമയത്ത് സഹോദരി പറയാണ്, ഒരു പ്രകാശം എൻ്റെ മേലെ വന്ന് പതിക്കുകയാണ്. ഒരു പ്രകാശം കുർബാനയിൽ നിന്ന് എൻ്റെ മേലെ വന്ന് പതിച്ചു. ഞാൻ അവിടെ കിടന്ന് വിറയ്ക്കാൻ തുടങ്ങി. അഭിനമേയമായി ദൈവശക്തിയായി ഞാൻ നിറഞ്ഞു. ആ സഹോദരി പറയാണ്, പരിശുദ്ധാത്മാവിന്റെ അത്ഭുത ശക്തിയായി ഞാൻ നിറഞ്ഞു. ആ കുർബാന എനിക്ക് മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിരുന്നു. പിറ്റേ ദിവസമാണ് ഭർത്താവ് വീണ് മരിക്കുന്നത്. സഹോദരി പറയാണ്, അമല ഹോസ്പിറ്റലിൽ ICUവിൽ ഭർത്താവ് കിടക്കുമ്പോഴും സഹോദരി പറയാം, എൻ്റെ ഹൃദയത്തിൽ എന്തോ വലിയൊരു ശക്തി നിൽക്കുകയാണ്. കർത്താവ് കൂടെ നിൽക്കുകയാണ്. ഈ കുരിശും ചുമക്കുവാൻ കർത്താവ് കൂടെ നിൽക്കുക. ഭർത്താവിന്റെ മരണവാർത്ത ഡോക്ടേഴ്സ് പറഞ്ഞു. സഹോദരി നിരാശപ്പെട്ടു പോയില്ല, കർത്താവിന് മനംധരിച്ചില്ല. എന്തുകൊണ്ട് കർത്താവേ എന്ന് പറഞ്ഞില്ല, അവൾ ഉറച്ചു നിന്നു. പിന്നീട് നിരാശയുടെ വാക്കുകൾ അവളിൽ നിന്നുണ്ടായിട്ടില്ല. പ്രിയപ്പെട്ടവരെ, അവൾ കർത്താവിനോട് ഉറച്ചു നിന്നു. അവളുടെ മക്കളെ അവൾ ചേർത്ത് പിടിച്ചു, വിശുദ്ധിയോടെ ജീവിച്ചു, നല്ല പോലെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ സഹോദരി പറയാണ്, എൻ്റെ ജീവിതത്തിൽ ഒരു കാര്യത്തിനും മറ്റുള്ളവരോട് ഒരു സഹായം ചോദിക്കുവാൻ എൻ്റെ കർത്താവ് എന്നെ അനുവദിച്ചിട്ടില്ല. കാരണം എൻ്റെ കർത്താവ് എൻ്റെ കൂടെ നിൽക്കുകയാണ്. കരങ്ങളെത്തി പറഞ്ഞ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ശെമയോന്റെ മേൽ കർത്താവ് നോക്കി, അതിലൂടെ അവൻ ശക്തി പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവ് നമ്മെ ശക്തി നൽകും. ശെമയോന്റെ മക്കളെല്ലാം അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ ക്രൂശ് താങ്ങുവാൻ നമ്മൾ അവനെ സഹായിക്കുകയാണെങ്കിൽ കർത്താവ് നമ്മുടെ ജീവിതങ്ങളെയും താങ്ങും. 10ാമത് എന്താണ് സംഭവം? വെറോനിക്ക ഇതാ കർത്താവിനെ മുഖം തുടയ്ക്കാൻ വരികയാണ്. ഇവിടെ ഒത്തിരി വെറോനിക്കമാരെ ഞാൻ കാണുന്നു. ഞാൻ വിശ്വസിക്കുന്നു ജോർജ് ബുദ്ധർ ഒരു വെറോനിക്കയുടെ സ്ഥാനത്താണ് നിൽക്കുന്നത്. ബ്രദർ ഒരു വെറോനിക്കയാണ്. നിങ്ങളൊക്കെ ഒരു എന്താണ് വെറോനിക്കയുടെ അർത്ഥം? യേശു ക്രിസ്തുവിനെ പ്രതിസന്ധികളെ നോക്കാതെ സ്നേഹിക്കുന്ന വ്യക്തിയുടെ പേരാണ് വെറോനിക്ക. വെറോനിക്കയുടെ യഥാർത്ഥ പേര് സറാഫിയ എന്നായിരുന്നു. സറാഫിയക്ക് കർത്താവുമായി നല്ല ബന്ധമുണ്ടായിരുന്നു. 50 വയസ്സുകാരിയാണ്, മക്കളുണ്ട്. അവളുടെ ഭർത്താവിന്റെ പേരാണ് സിറാഖ്. എന്നാൽ ക്രിസ്തുവിന്റെ സുവിശേഷം കേട്ടു, അവൾ പ്രസംഗം കേട്ടു. അവൾ സ്യാബയോഹനാന്റെ ബന്ധുവായിരുന്നു. വെറോനിക്ക യേശുവിൽ വിശ്വസിച്ചു. എന്നാൽ സിറാഖ് അവൾ എന്നും വേദനിപ്പിക്കുമായിരുന്നു. അങ്ങനെ ഈ മകളുടെ പ്രാർത്ഥന കൊണ്ട് അവസാനം ആ വ്യക്തി സിറാഖ് യേശുവിലേക്ക് തിരിയുന്നുണ്ട്. എന്നാൽ യേശുവിനെ കുറ്റം വിധിച്ചു എന്ന് അറിഞ്ഞപ്പോൾ ഘോഷയാത്ര പോവുകയാണ്. ഘോഷയാത്ര ആരെല്ലാം ഉണ്ട്? പടയാളികളുണ്ട്, കുറേ യഹൂദന്മാരുണ്ട്. അവർ ആർപ്പ് വിളിച്ചാണ്. എന്നാൽ കുറേ സ്ത്രീകളുണ്ട്, അവർ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സമയത്ത് പടയാളികൾ ചുറ്റും നിൽക്കുന്നു, അനേകം പടയാളികളുണ്ട്. സമയത്ത് പെട്ടെന്ന് ഒരു ഭവനത്തിൽ നിന്ന് ഒരു 9 വയസ്സൊക്കെ പെൺകുട്ടിയുമായി ഈ വെറോനിക്ക പുറത്തേക്ക് വരികയാണ്. നിശ്ചയദാർഢ്യമുള്ളൊരു മുഖം. പടയാളികൾ പോലും അന്തം വിട്ടു എന്നാണ് പറയുന്നത്. അവൾ ഒരു വ്യക്തിയും കൂസാതെ യേശുവിന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. മുട്ടുമേ നിന്നിട്ട് അവളുടെ കയ്യിൽ നല്ല ഒരു തുണി ഉണ്ടായിരുന്നു. ആ തുണി കാണിച്ച് യേശുവിനെ പറഞ്ഞു, യേശുവേ നിന്റെ മുഖം തുടയ്ക്കണം, ഞാൻ അനുവദിക്കണം. അവൾ നിലവിളി കണ്ടപ്പോൾ വെറോനിക്കയുടെ കൈകളിൽ നിന്ന് ഒറ്റ കൈ കൊണ്ട് കുരിച്ചു താങ്ങി കർത്താവ് ഇടത്ത് കൈ കൊണ്ട് ആ തുണി പിടിച്ച് മുഖം തുടച്ചു. അവളുടെ മകളുടെ കയ്യിൽ ഒരു ഗ്ലാസ് വീഞ്ഞുണ്ടായിരുന്നു. അത് കൊടുക്കാൻ ആ മകൾ വരുമ്പോഴേക്കും ആ പടയാളികൾ അത് തട്ടിക്കളഞ്ഞു. പ്രിയപ്പെട്ടവരെ,
അവളെ ഒരു നോട്ടം യേശു നോക്കി. അതിനുശേഷം വെറോനിക്ക തിരിച്ചോടി വീട്ടിൽ പോയി. വീട്ടിൽ ഓട്ടിപ്പോയി ആ തിരുക്കച്ച യേശു ക്രിസ്തുവിന്റെ മുഖം തുടച്ച ആ നല്ല ആ തുണി അവളെ മേശപ്പുറത്ത് വെച്ചു. അവൾ മുറ്റമേ വീണു, നിലവിളിക്കാൻ തുടങ്ങി. അനേക സമയം അവൾ നിലവിളിച്ച് കരഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു വ്യക്തി ആ വീട്ടിൽ ആ റൂമിലേക്ക് കടന്നു വന്നു. ആ വ്യക്തി നോക്കുമ്പോൾ ആ യേശുവിന്റെ മുഖം തുടച്ച ആ തുണിയിൽ യേശു ക്രിസ്തുവിന്റെ ആ പീഡാസഹനത്തിന്റെ മുഖം വ്യക്തമായി തെളിഞ്ഞിരിക്കുന്നു. കരങ്ങൾ ഉയർത്തി പറഞ്ഞാൽ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ശേഷം വെറോനിക്കയുടെ ജീവിത അവസാനം വരെ ആ തിരുക്കച്ച കൈ സൂക്ഷിച്ചു. അതിനുശേഷം അവൾ മറിയത്തിന് അത് ഏൽപ്പിച്ചു. മറിയം അത് സഭയെ ഏൽപ്പിച്ചു. ആ തിരുക്കച്ച ഇന്നും ടോറിനിൽ ഇന്നും സൂക്ഷിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, 11 എന്താണ് കർത്താവ് പറയുന്നത്? 11 ലൂക്ക 23:28 ജെറുസലേം പുത്രിമാരെ കർത്താവ് ആശ്വസിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, യേശു ഇത്രമാത്രം സഹനത്തിലൂടെ കടന്നു പോകുമ്പോഴും യേശു എന്താണ് പ്രവർത്തിച്ചത്? യേശു കൃപയിൽ നിന്ന് മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുകയാണ്. അവരോട് എന്താണ് പറഞ്ഞത്? നിങ്ങൾ എന്നെ കുറിച്ച് കരയണ്ട, നിങ്ങളെ കുറിച്ച് കരയുക, നിങ്ങളെ മക്കളെ കുറിച്ച് കരയുക. കാരണം യേശു പറയാണ്, നിങ്ങൾ എന്നെ കുറിച്ച് സഹതപിക്കേണ്ട, കാരണം ഇത് ദൈവത്തിന്റെ ഹിതമാണ്. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു തന്റെ ക്രൂശ് ശക്തിയോടെ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതങ്ങളിലെ കർത്താവ് നൽകുന്ന ക്രൂശ് ഏറ്റെടുക്കാൻ നമുക്ക് സാധ്യമാണ്. ഒരു വിജയം നമ്മെ കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ വേദനകളെ മധ്യേ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്ന ഒരു കൃപ കർത്താവ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. പരാതികൾ വേണ്ട. കരങ്ങൾ ഉയർത്തി പറഞ്ഞ് ഹല്ലേലൂയ. ഇതാ 12 എന്താണ്? കർത്താവിനെ കുരിശിൽ തറക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവിനെ ക്രൂശിൽ തറച്ചു. കൈകാലുകൾ ആണിപ്പഴുതുകളിലേക്ക് വലിച്ചു നീട്ടി. ഉഗ്രമായ വേദന, ചിന്തിക്കാൻ പോലും പറ്റില്ല എന്നാണ് പറയുന്നത്. വേദന. അവിടെ മഗ്ദല മറിയം അവിടെ നിലത്ത് കിടന്ന് ഉരുളുകയാണ്. അവൾ ഭ്രാന്തിയെ പോലെയായി. അതുപോലെ സ്നേഹമാണ് യേശുവിനോട്. മറിയത്തെ കുറിച്ച് വചനം പറയാം, ഇതിൽ എഴുതി വെച്ചിരിക്കുകയാണ്, മറിയത്തിന്റെ മുഖത്ത് ദുഃഖത്താൽ തളം കെട്ടി നിൽക്കുന്ന മുഖം, എന്നാൽ ഒരു ദിവ്യ പ്രകാശം അവളുടെ മുഖത്ത് നിൽക്കുന്നു. അവൾക്ക് മറിയം എന്ന മറ്റൊരു അമ്മയുടെ ചാരിൽ കെടുക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട അമ്മ. എന്നാൽ അമ്മയുടെ മുഖത്ത് അപ്പോഴും ഒരു പ്രകാശമുണ്ടായിരുന്നു. അവളുടെ സൗന്ദര്യത്തെ കുറിച്ച് പറയുന്നു, സൗന്ദര്യം വിവരിക്കാൻ പറ്റില്ല. അവളുടെ ഡ്രസ്സിനെ കുറിച്ച് പറയുന്നു, നീല വസ്ത്രമായിരുന്നു മറിയത്തിന്റെ ഡ്രസ്സ്. പ്രിയപ്പെട്ടവരെ, ആ മറിയം അപ്പോഴും എന്തൊക്കെയോ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. യേശു ക്രിസ്തുവിന്റെ അധരങ്ങളിൽ നിന്നും പ്രാർത്ഥന ഉയർന്നുകൊണ്ടിരുന്നു. ക്രൂശിൽ കിടന്ന യേശു ചെയ്ത 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണെന്ന് നമ്മൾ ഇന്ന് രാത്രി അറിയണം. ക്രൂശിൽ കിടക്കുകയാണ് യേശു. ക്രൂശിൽ കിടക്കുന്ന എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. എല്ലാവരും ചാടി എഴുന്നേൽക്കുക. 2 കരങ്ങളും ഉയർത്തിപ്പിടിക്കുക, വീശിപ്പിടിക്കുക. ഉയർത്തുകയല്ല, ഇപ്രകാരം പിടിക്കുക. കുരിശിൽ കിടക്കുന്ന യേശുവിനെ നിങ്ങൾ കാണുക. ക്രൂശിൽ കിടക്കുന്ന യേശു 3 കാര്യങ്ങളാണ് അവിടെ ചെയ്തത്. അവസാന സമയത്ത് യേശു ചെയ്ത 3 കാര്യങ്ങൾ. 1 ലൂക്ക 21:34 യേശു എന്താണ് ചെയ്യുന്നറിയോ? യേശു കുരിശിൽ കിടന്ന് പ്രാർത്ഥിക്കുകയാണ്, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. യേശു അത്ഭുതങ്ങൾ ചെയ്തപ്പോഴല്ല തന്റെ ശത്രുക്കളോട് ക്ഷമിച്ചത്. യേശു ക്രൂശിൽ കിടന്ന് വേദനയുടെ മധ്യത്തിൽ ഇതാ പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ്, പിതാവേ, ഇവരോട് ക്ഷമിക്കണമേ. ക്ഷമയുടെ വലിയ രഹസ്യം കർത്താവ് നമുക്ക് പഠിപ്പിച്ചു തന്നത് ക്രൂശിൽ കിടന്നുകൊണ്ടാണ്. നമ്മൾ കുരിശിൽ കിടക്കുമ്പോഴും മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ നമ്മൾ യേശു ക്രിസ്തുവിന്റെ വഴിയിലാണ്. ഈ സമയം പ്രാർത്ഥിക്കുക. കർത്താവിന്റെ ക്രൂശിതനായ യേശു ക്രിസ്തുവിന്റെ മുഖം ധ്യാനിക്കുക. അവന് ക്രൂശിൽ കിടന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ സമയം നമ്മെ വേദനിപ്പിച്ചവരോടെല്ലാം ഈ സമയം ഓർക്കുക. കർത്താവിന് പറയുക ഇപ്രകാരം, എല്ലാവരും ഏറ്റു പറയുന്നു, ഓ പിതാവേ, ഓ പിതാവേ, ശബ്ദമുയർത്തി, ഓ പിതാവേ, ഓ പിതാവേ, ഇവരോട് ക്ഷമിക്കണമേ, ഇവരോട് ക്ഷമിക്കണമേ. ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവരറിയുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. ഈ കൂട്ടായ്മയിൽ കർത്താവ് ഒരു കൃപ നൽകുകയാണ്. എന്താണ് കൃപ? ക്ഷമിക്കാനുള്ള കൃപയാണ്. ദൈവത്തിന്റെ കരുണ നമ്മിൽ വെളിപ്പെട്ടത് നമ്മൾ പാപികളായി ആയിരിക്കുകയാണ്. നമ്മുടെ കൂടെയുള്ളവരോടും ക്ഷമിക്കുവാനും കരുണ കാണിക്കാനുള്ള കൃപ കർത്താവ് ഈ കൂട്ടായ്മയ്ക്ക് ഇപ്പോൾ നൽകാൻ പോവുകയാണ്. 2 കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക.
ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള എല്ലാ മുറിവുകളെയും ഇപ്പോൾ കർത്താവിന് കൊടുക്കുക. എല്ലാ വീഴ്ചകളെയും കർത്താവിന് കൊടുക്കുക. ക്ഷമിക്കാൻ പറ്റാത്ത മേഖലകളെല്ലാം കർത്താവിന് കൊടുക്കുക. അവിടെ എല്ലാം പിശാചിന്റെ ആധിപത്യം ഇപ്പോൾ തകരാൻ പോകുകയാണ്. യേശു ക്രൂശിതനായ യേശു കുരിശിൽ കിടന്നുകൊണ്ട് പാപികൾക്ക് വേണ്ടി ശത്രുക്കൾക്കോട് ക്ഷമിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കരം ഉയർത്തി ശക്തിയോടെ കർത്താവിനെ സ്തുതിച്ച് ഹല്ലേലൂയ, 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 സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഗ്ലോറി, 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 ഗ്ലോറി. ആരാധന, ആരാധന, ആരാധന. ഗ്ലോറി, ഈശോ ക്ഷമിച്ചതുപോലെ ഞാനും ക്ഷമിച്ചിടുന്നു. കുരിശിലീശോ ക്ഷമിച്ചതുപോലെ ഞാനും ക്ഷമിച്ചിടുന്നു. കരം തിരിച്ചു പിടിച്ച് ഇവരോട് ക്ഷമിക്കണമേ, ഇവരറിയാതെ ചെയ്തതല്ല. ഇവരോട് പൊറുക്കണമേ, ഇവരറിയാതെ ചെയ്തതല്ല. കാര്യങ്ങൾ കുപ്പി പിടിക്കാം. കുരിശിലീശോ ക്ഷമിച്ചതുപോലെ ഞാനും ക്ഷമിച്ചിടുന്നു. നമ്മൾ ആരാധനയിലേക്ക് പ്രവേശിക്കുന്നു. 5 മിനിറ്റ് കൂടി ഇരിക്കുന്നു. 5 മിനിറ്റ് കൂടി ഇരിക്കുന്നു. 5 മിനിറ്റ് കൂടി ഇരിക്കുകയാണ് ഈ സമയം. പ്രത്യേകിച്ച് കർത്താവ് ഒരു സന്ദേശ സമയത്ത് നൽകുന്നു. ശക്തമായ പല്ലുകൾക്ക് വേദനയുള്ള ഒരു വ്യക്തിയെ കർത്താവ് സൗഖ്യപ്പെടും. പല്ല് വേദനയായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടോ? പല്ലുകൾക്ക് വേദന ഉള്ള വ്യക്തിയെ കർത്താവ് ഈ സമയം സൗഖ്യമാക്കുന്നു. സൗഖ്യമുണ്ട്. അതുപോലെ ഒരു ഒളിച്ചോട്ടത്തിന് സാധ്യതയുള്ള ഒരു മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് കർത്താവ് സന്ദേശം നൽകുന്നു. കർത്താവ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ മകൾ അതിൽ നിന്ന് പിന്തിരിയും. എന്തെങ്കിലും കുടുംബങ്ങളിൽ അങ്ങനെ കുട്ടികൾ, യുവാക്കളോ യുവതികളോ ഒക്കെ തന്നെ സ്നേഹിക്കുന്ന വ്യക്തിയുടെ കൂടെ ഒളിച്ചോടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത് മാറിപ്പോകും. കരങ്ങൾ എഴുതി പറഞ്ഞാൽ ഹല്ലേലൂയ. വേരിക്കോസ് വേദന മൂലം വേദനിക്കുന്ന ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കർത്താവ് സൗഖ്യമാണ്. സാക്ഷ്യപ്പെടുത്തണം. ഹല്ലേലൂയ. രണ്ടാമത് കർത്താവ് അവിടെ കിടന്ന് കുരിശിൽ കിടന്ന് നമുക്ക് നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശം എന്താണെന്നറിയോ? അവിടെ വെച്ചിട്ടാണ്, കുരിശിൽ കിടന്നിട്ടാണ് യേശു നമുക്ക് പരിശുദ്ധ അമ്മയെ പ്രദാനം ചെയ്യുന്നത്. യോഹന്നാൻ അവിടെ നിൽക്കുന്നു, മറിയം അപ്പുറത്ത് നിൽക്കുന്നു. താൻ സ്നേഹിച്ച യോഹന്നാനെ വിളിച്ച് ഇതാ യേശു പറയാണ്, യോഹന്നാൻ 19, 26, 27 വചനം, ഇതാണ് നിന്റെ അമ്മ. ശേഷം അമ്മയെ വിളിച്ചു പറയുന്നു, ഇതാണ് നിന്റെ മകൻ. ക്രൂശിൽ കിടന്നുകൊണ്ട് യേശു നമുക്ക് നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമ്മാനം, ഒന്ന് ക്ഷമ, രണ്ടാമത് പരിശുദ്ധ അമ്മയാണ്. പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി നിലവിളിയോടെ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കർത്താവിന് അത് സ്വീകരിക്കാതിരിക്കാൻ പറ്റുകയില്ല. കാരണം ക്രൂശിതനായ യേശു ക്രിസ്തുവിന്റെ സഹനം യേശു ശരീരത്തിൽ സഹിച്ചു, എന്നാൽ നമ്മുടെ അമ്മ അത് ആത്മാവിൽ സഹിച്ചു. കരങ്ങൾ ഉയർത്തി പറഞ്ഞാൽ ഹല്ലേലൂയ. മറിയം ആ ക്രൂശിതനായ യേശുവിന് കൂടെ ഉണ്ടായിരുന്നു. മൂന്നാമത് ക്രൂശിതനായ യേശു ഏറ്റവും അധികം നൽകിയ വലിയ സമ്മാനം എന്താണെന്നറിയോ? ആ സമ്മാനം മറ്റൊന്നുമല്ല, അത് കർത്താവ് പറഞ്ഞു, ഇതാ ഞാൻ ദാഹിക്കുന്നു. ആത്മാക്കൾക്ക് വേണ്ടി ദാഹിക്കുന്ന കർത്താവിൻ്റെ കരച്ചിലാണ് കുരിശിൽ കണ്ടത്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ജീവിതങ്ങളിൽ ആത്മീയമായ നന്മകൾ വേണോ? നിങ്ങൾ ഈ ദേശത്തിൻ്റെ പാപികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ ദേശത്തുള്ള മദ്യപാനികൾ മാറ്റം വരുവാൻ നിങ്ങൾ പുലർക്കാലം എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നവരാണോ? നിങ്ങളെ ദൈവം സന്ദർശിക്കാൻ പോവുകയാണ്. ഇവിടെയുള്ള തകരുന്ന കുടുംബങ്ങൾ വിടുതൽ പ്രാപിക്കുവാൻ നമ്മുടെ ചെറിയ സഹനങ്ങൾ സമർപ്പിക്കുന്ന വ്യക്തികളാണോ? ദൈവം നിങ്ങൾ അനുഗ്രഹിക്കാൻ പോവുകയാണ്. കർത്താവ് പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. അത് വെള്ളത്തിന് വേണ്ടിയുള്ള ദാഹമല്ല, അത് ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹമാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. ഇവിടെ ഏറ്റവും പിന്നിൽ ഒരു പെൺകുട്ടി മകൾ ഇരിക്കുന്ന ആ മകളെ ദൈവം അനുഗ്രഹിക്കും. മകളെ, നീ പഠിക്കുന്ന കോളേജിൽ കോടികളെ കുട്ടികൾ തെറ്റിൽ പോകുമ്പോൾ നമ്മൾ പോകരുത്. അവർക്ക് വേണ്ടി നമ്മൾ മുട്ടുമെന്ന ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ വാക്കുകൾ നമ്മൾ ഓർക്കുകയാണ്. കർത്താവിൻ്റെ ദാഹം നമ്മൾ ശ്രമിപ്പിക്കുകയാണ്. കർത്താവ് നമ്മെ അനുഗ്രഹിക്കും. പ്രിയപ്പെട്ടവരെ,
13 കർത്താവ് ആ യേശുക്രിസ്തു ക്രൂശിൽ മരിക്കുകയാണ്. മരണത്തിന് മുന്നിൽ യേശു കിടന്ന് പിടയുമ്പോൾ പ്രിയപ്പെട്ടവരെ, കർത്താവ് അവസാനം പറഞ്ഞ വാക്യതാണ് യോഹന്നാൻ 19:30. അത് എല്ലാം പൂർത്തിയായിരിക്കുന്നു. പിതാവേ, എല്ലാം പൂർത്തിയായിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യാത്മാവിന് ഈ ലോകത്തിൽ അനേകം കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അതോർക്കുക. അത് വ്യക്തമായി കൃത്യമായി പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ചെയ്തു തീർക്കുന്ന വ്യക്തികൾക്ക് ഉള്ളതാണ് നിത്യജീവൻ. കരങ്ങൾ ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയ. കർത്താവ് അത് കൃത്യമായി ചെയ്തു. പിതാവിന് പറഞ്ഞു, പിതാവേ, എല്ലാം പൂർത്തിയായി. യേശു സുവിശേഷം പ്രഘോഷിച്ചു. യേശു പരിശുദ്ധാത്മാ വാഗ്ദാനം ചെയ്തു. വിശുകുർബാന സ്ഥാപിച്ചു. കാൽവരി കുരിശിൽ ബലിയായി മാറി. കർത്താവ് പിശാചിന്റെ സാമ്രാജ്യം തകർത്തു. കർത്താവ് പാപികളെ ദൈവജനത്തെ വിടുവിച്ചു. അവരെ തന്റെ രക്തത്താൽ വീണ്ടെടുത്തു. ശേഷം കർത്താവ് പിതാവിനെ പറഞ്ഞു, പിതാവേ, എല്ലാം പൂർത്തിയായി. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മൾ യേശു ക്രിസ്തുവിന്റെ പീഡാസഹനത്തിലും ഉത്ഥാനത്തിലും വിശ്വസിക്കുന്ന വ്യക്തികളാണെങ്കിൽ നമ്മുടെ ജീവിതങ്ങളിൽ കർത്താവ് സമ്പൂർണമായ ഒരു വിമോചനം നൽകാൻ പോകുകയാണ്. കരങ്ങൾ ഉയർത്തി സന്തോഷത്തോടെ പറഞ്ഞ ഹല്ലേലൂയ. കർത്താവ് മരിച്ചു. അതിനുശേഷം 14 നമ്മൾ ധ്യാനിക്കുന്നത് ലൊങ്കിനോസ് എന്ന ഒരു ഭടൻ കർത്താവ് ക്രൂശിൽ കിടക്കുകയാണ്. 2 കള്ളന്മാർ 2 സൈഡിലും ഉണ്ട്. അവർ മരിച്ചിട്ടില്ല. അപ്പോൾ പിലാത്തോസിന്റെ ഉത്തരവ് പ്രകാരം അവർ ആ 2 കള്ളന്മാരുടെ എല്ലുകൾ അടിച്ചു പൊട്ടിക്കുകയാണ്. ആ കള്ളന്മാർ നിലവിളിക്കുന്നു, അവർ മരിക്കുന്നു. യേശുവിനെ നോക്കുമ്പോൾ യേശു മരിച്ചിട്ടില്ല. സമയം ലുങ്കിനോസ് ചിന്തിച്ചു എന്നറിയോ, അവന് കാഴ്ചശക്തി വളരെ നേരത്തെ ഉള്ളൂ. റോമൻ പട്ടാളക്കാരൻ, അവന്റെ വീട് ഇറ്റലി ലാൻസിയാനോ. ലുങ്കിനോസ് എന്ത് ചെയ്തു? യേശുവിന്റെ തിരുവിൽ കുന്തമെടുത്ത് കുത്തിയപ്പോൾ അവിടെ നിന്ന് രക്തവും വെള്ളവും ഒഴുകി. പ്രിയപ്പെട്ടവരെ, മനുഷ്യകുലത്തിന് രക്ഷ പ്രാപിക്കാനുള്ള തിരുരക്തം ഇതാ ആ തിരുഹൃദയത്തിൽ നിന്ന് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഈ കൂട്ടായ്മയിലേക്ക് യേശുവിന്റെ രക്തം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. സമയം അത്ഭുതം സംഭവിക്കുകയാണ്. ആ തിരുരക്തം ഒരു തുള്ളി ലൊങ്കിനോസിന്റെ കണ്ണുകളിൽ പതിക്കുകയാണ്. ലുങ്കിനോസ് അപ്പോൾ തന്നെ സൗഖ്യം പ്രാപിക്കുകയാണ്. നല്ലൊരു കൈയടി കൊടുക്കും. നമ്മുടെ കർത്താവിനുള്ള കൈയടി, നല്ലൊരു കൈയടി പോരാ, നല്ലൊരു കൈയടി കർത്താവിന് കൊടുക്കും. നല്ലൊരു കൈയടി. യേശു ക്രിസ്തുവിന്റെ രക്തത്തിന്റെ ശക്തിയാൽ പാപിയായ ആ റോമൻ പട്ടാളക്കാരൻ ഇതാ സൗഖ്യം പ്രാപിച്ചു. അവസാന സമയത്തും ഇതാ തന്റെ അവസാനത്തുള്ളി രക്തവും ഒരു പാപിയുടെ മാനസാന്തരത്തിന് വേണ്ടിയാണ് യേശു ചെലവിട്ടതെങ്കിൽ നമ്മെ കർത്താവ് എന്തുമാത്രം സ്നേഹിക്കുന്നു. ശേഷം ലുങ്കിനോസ് മാനസാന്തരപ്പെട്ടു. ലുങ്കിനോസ് രക്തസാക്ഷിയായി എന്നാണ് ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത്. അതിനുശേഷം കർത്താവ് നിർത്തിയില്ല. 700 വർഷങ്ങൾക്ക് ശേഷം ഇറ്റലിയിലുള്ള ലാൻസിയാനോയിൽ ഒരു പ്രിയപ്പെട്ട ഒരു വൈദികൻ വിശുകുർബാന അർപ്പിക്കുമ്പോൾ ഇതാ തിരുവോസ്തി ഉയർത്തിപ്പിടിച്ച് കുദാശ വചനം ഏറ്റു പറഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ആ ദിവ്യഗാന യേശുവിൽ നിന്ന് തിരുരക്തം ചീറ്റി ഓടുകയാണ്. ലാൻസിയാനോയിലെ ദിവ്യകാരന് അത്ഭുതം ഇന്നും ഒരു അത്ഭുതമായി അവിടെ ഇപ്പോഴും ഉണ്ട്. കരങ്ങളെത്തി പറഞ്ഞു ഹല്ലേലൂയ. ലുങ്കിനോസ് മാനസാന്തരപ്പെട്ടു. എന്നാൽ അവന്റെ ദേശത്തെ പോലും കർത്താവ് ഒരു അത്ഭുതത്തിലൂടെ അനുഗ്രഹിച്ചു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മൾ ഇന്ന് യേശു ക്രിസ്തുവിന്റെ പീഡാസഹനം, എനിക്കിതിൻ്റെ ഒരു തരി പോലും പറയാൻ പറ്റിയിട്ടില്ല. എനിക്കതിനുള്ള യോഗ്യതയില്ല. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിന്റെ പീഡാസഹനത്തെ കുറിച്ച് എനിക്ക് നിങ്ങളോട് വേണ്ട വിധത്തിൽ പറയാൻ സാധിച്ചിട്ടില്ല. അതിനുള്ള യോഗ്യത എനിക്കില്ല. ഈ വിശുദ്ധ പറഞ്ഞ കാര്യമുണ്ട്. യേശുവിന്റെ പീഡാസഹനങ്ങൾ ഈ സഹോദരിക്ക് പരിശുദ്ധ വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ തന്നെ ഈ സഹോദരി ഒത്തിരി സഹനത്തിലൂടെ കടന്നുപോയി. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മൾ യഥാർത്ഥത്തിൽ യേശുവിന്റെ പീഡാസഹനങ്ങൾ ധ്യാനിക്കുകയാണെങ്കിൽ നമുക്ക് ശത്രുത ഉണ്ടായിരിക്കുകയില്ല. നമുക്ക് പിന്നെ പാപം ചെയ്യാൻ പറ്റില്ല. നമ്മൾ സ്നേഹത്തിന്റെ മക്കളായി ജീവിക്കും. നമ്മൾ യഥാർത്ഥത്തിൽ വിശുദ്ധിയിൽ ജീവിക്കാൻ തുടങ്ങും. നമ്മൾ അന്ത്യ ദിവസം വരെ കർത്താവിന്റെ പ്രിയപ്പെട്ട മക്കളായി മാറും.